നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ ഉന്നതവും ശ്രേഷ്ഠവുമേറിയ നാമം ഈ രാത്രിയിലും മഹത്വപ്പെടുമാറാകട്ടെ. വെളിയങ്കോട് സ്ഥലം സഭ പ്രാർത്ഥനയോടുകൂടെ ക്രമീകരിച്ചിരിക്കുന്ന ഈ ദൈവവചന പഠന ക്ലാസ്സുകളിൽ എളിയവനായി എനിക്കും കടന്നു വരുവാനും നമുക്കൊരുമിച്ച് ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കുവാനും സ്വർഗത്തിലെ ദൈവം നൽകിയ അനുഗ്രഹീതമായ സാഹചര്യത്തിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. ഈ ശുശ്രൂഷയ്ക്കായിട്ട് എന്നെ ക്ഷണിച്ച ദൈവസഭയോടുള്ള നന്ദിയും പ്രാരംഭത്തിൽ തന്നെ ഓർപ്പിക്കുകയാണ്. ഇന്ന് രാത്രിയിലെ വചനപഠനത്തിനായി വളരെ ദൂരെ നിന്ന് കടന്നു വന്ന ദൈവദാസന്മാരുണ്ട്, വിശ്വാസികളുണ്ട്, വഴിയാത്രയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. എല്ലാവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിലുള്ള നന്ദിയും സ്നേഹവന്ദനവും പ്രാരംഭത്തിൽ തന്നെ ഓർപ്പിക്കുകയാണ്. നമ്മൾ ഈ 2 ദിവസങ്ങളിൽ അല്ലെങ്കിൽ 3 ദിവസങ്ങളിലായിട്ട് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം എന്ന് പറയുന്നത് പോർക്കളത്തിലെ ആയുധങ്ങൾ എന്ന വിഷയമാണ്. ഈ വിഷയത്തെക്കുറിച്ച് പ്രിയ അങ്കിൾ എന്ത് പഠിപ്പിക്കണം അല്ലെങ്കിൽ ക്ലാസ്സിനൊരു വിഷയം തരണമെന്ന് പറഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ വായിച്ചുകൊണ്ടിരുന്നൊരു ഭാഗമായിരുന്നു കൊരിന്ത്യർക്കെതിരെ 2-ാം ലേഖനം. ആ 2-ാം ലേഖനത്തിൽ നിന്നൊരു എന്നെ വളരെ ചിന്തിപ്പിച്ച, അതിൽ കൂടുതലൊന്നും പഠിച്ചിട്ടില്ലായിരുന്നു, ചിന്തിപ്പിച്ച ഒരു വാചകം അദ്ദേഹത്തിന് വിഷയമായിട്ട് നൽകി. പക്ഷെ പിന്നീട് പഠിച്ചപ്പോഴാണ് ഇതിൻ്റെ ആഴം മനസ്സിലാക്കുവാൻ ഇടയാടുത്തിരുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു കൊടുക്കണ്ടായിരുന്നു വിഷയമെന്ന് വിചാരിച്ചു. എങ്കിലും ദൈവകൃപയിൽ ആശ്രയിച്ചത് ദൈവഹിതമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് പഠിക്കുന്നതും അത് മനസ്സിലാക്കുന്നതും നമ്മുടെ എല്ലാവരുടെയും ആത്മീയ ജീവിതത്തിന് വളർച്ചയ്ക്ക് കാരണമായിട്ട് തീരും എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ വിശ്വസിക്കുകയാണ്. അങ്ങനെ ഇന്ന് രാത്രിയിൽ നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത് പോർക്കളത്തിലെ ആയുധങ്ങൾ എന്നാണ്. ദൈവവചന പഠനമായതുകൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യം ചോദിക്കാം, ഉത്തരം പറയാനായിട്ട് ശ്രമിക്കാം. നമുക്ക് ഒരുമിച്ച് ഈ വചന പഠനം മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കാം. നമ്മുടെ മനസ്സിൽ പോർക്കളത്തിലെ ആയുധങ്ങളെന്ന വിഷയം വരുമ്പോൾ, അല്ലെങ്കിൽ പോർക്കളം എന്ന് പറയുമ്പോൾ, ആയുധങ്ങളെന്ന് വരുമ്പോൾ സ്വാഭാവികമായി കടന്നു വരുന്ന ആയുധങ്ങൾ എന്തൊക്കെയാണ്? വചന പഠനമാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ആയുധങ്ങൾ എന്തൊക്കെയാണ്? സർവായുധ വർഗം അല്ലേ? അതാണ് നമ്മുടെ മനസ്സിൽ കണ്ടിരിക്കുന്നത്. പോർക്കളം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നമ്മുടെ വിശ്വാസ ജീവിതമാകുന്ന പോർക്കളം എന്നാണ്. എന്നാൽ എന്താണ് പോർക്കളം എന്നുള്ളതും നാം ചിന്തിക്കുന്നതാണോ യഥാർത്ഥത്തിൽ ആയുധങ്ങൾ എന്നുള്ളതും നമ്മൾ ഇന്ന് രാത്രിയിൽ അല്ലെങ്കിൽ നാളെയുമായിട്ട് പഠിക്കാം അല്ലെങ്കിൽ ചിന്തിക്കാം എന്നാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. നമ്മുടെ പ്രാരംഭ വാക്യം നമുക്കൊരുമിച്ചൊന്ന് വായിക്കാം. കൊരിന്ത്യർക്കെഴുതിയ 2-ാമത്തെ ലേഖനം 10-ാമത്തെ അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം പ്രാരംഭമായിട്ട് ആരെങ്കിലും ഒന്ന് വായിച്ച് സഹായിക്കണം. വേദവാക്യങ്ങൾ ചിലതുണ്ട്, വായിച്ച് സഹായിച്ചാൽ നമുക്ക് പെട്ടെന്ന് മുൻപോട്ട് പോകാനായിട്ട് സാധിക്കും. കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 10-ാം അധ്യായം 4-ാമത്തെ വാക്യം. നമ്മുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡികങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. യഥാർത്ഥത്തിൽ നമ്മുടെ സന്ദേശം അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന എല്ലാ കാര്യവും ഈ വാചകത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഇതൊരു പോരിൻ്റെ ആയുധങ്ങളാണ്. ഈ ആയുധങ്ങൾ, ഈ ആയുധങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ജഡികമല്ല എന്നുള്ളതാണ്. എന്നിട്ട് പൗലോസ് പറയുകയാണ്, ഇത് കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ എന്ന്. അപ്പോൾ നമ്മൾ ഈ കോട്ടകൾ എന്തെന്ന് ചിന്തിക്കണം, ഈ ആയുധങ്ങൾ എന്തെന്ന് ചിന്തിക്കണം, ഈ ജഡികമല്ലാത്ത ആയുധങ്ങൾ എങ്ങനെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് ചിന്തിക്കണം. ഇത്രാദി കാര്യങ്ങൾ ചിന്തിച്ച് കഴിയുമ്പോൾ നമ്മുടെ ക്ലാസ് അവസാനിക്കും. പക്ഷേ ഇത് ചിന്തിക്കാൻ ഒറ്റവാക്കിൽ പറഞ്ഞു തീരുന്നുവെങ്കിലും വേദപുസ്തകത്തിൽ അങ്ങിങ്ങായി കിടക്കുന്ന വളരെ വിലയേറിയ മുത്തുകളെ ഒരുമിച്ചെടുത്ത് നമ്മൾ ഒരുമിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. വിവിധ തരത്തിലുള്ള യുദ്ധങ്ങൾ നമ്മൾക്ക് കണ്ടിട്ടുള്ളവരാണ്, അല്ലെങ്കിൽ ആയുധങ്ങളെക്കുറിച്ച് നമുക്കറിയാവുന്നവരാണ്. ജാതികൾ ജാതികളോട് യുദ്ധം ഉണ്ടാക്കുന്നു, രാജ്യങ്ങൾ രാജ്യത്തോട് യുദ്ധം ഉണ്ടാക്കുന്നു, അല്ലേ? ഒരു മതക്കാർ അതേ മതക്കാരോട് യുദ്ധം ഉണ്ടാക്കുന്നു. വിവിധങ്ങളായ രീതിയിലുള്ള യുദ്ധങ്ങളെക്കുറിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി ആയുധങ്ങളെക്കുറിച്ചാണെങ്കിലോ നമുക്കറിയാം, വിവിധങ്ങളായ ആയുധങ്ങൾ, അല്ലേ? എന്തൊക്കെ ആയുധങ്ങളാണ്? തോക്ക് ഒരു ആയുധമാണ്, വാൾ ഒരു ആയുധമാണ്, ബോംബേർ ഒരായുധമാണ്, ഷെല്ലാക്രമണം ഒരായുധമാണ്. അങ്ങനെ വിവിധങ്ങളായ ആയുധങ്ങൾ നമുക്കറിയാം. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ആയുധങ്ങളൊന്നും ഇങ്ങനെയുള്ള ആയുധങ്ങളല്ല. അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ആയുധങ്ങൾ ജഡികങ്ങളല്ലാത്ത ആത്മീകമായ ആയുധങ്ങളാണ്. ആ ആയുധങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുന്നത് നമ്മുടെ ആത്മീക ജീവിതത്തിന് വളരെ വലിയ പ്രചോദനം നൽകും എന്നുള്ളതിന് യാതൊരു വിധമായ സംശയവുമില്ല. ഈ കൊരിന്ത്യലേഖനം 10-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഈ വാചകത്തിന് സപ്പോർട്ടീവായിട്ട് ഒരു വാചകം കൂടെ വായിക്കുമ്പോൾ ഇതിൻ്റെ കുറച്ചുകൂടെ ഇതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാകും. അതിന് എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിലേക്ക് ഒന്ന് പോകാം.
എഫേസ്യ ലേഖനം 6-ാം അധ്യായം. ഇവിടെ ആരൊക്കെയോ പറഞ്ഞു സർവായുധ വർഗത്തെക്കുറിച്ച് ചിന്തിക്കാനല്ല. 6-ാം അധ്യായത്തിൽ നിന്ന് ഒരു വാക്യം നമുക്കൊന്ന് വായിക്കാം. 12-ാമത്തെ വാക്യം. എഫേസ്യ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. ശ്രദ്ധിക്കണം. അവിടെ പറയുന്നത്, കൊരിന്ത്യർ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, നമ്മുടെ പോരാട്ടങ്ങൾ ജഡികമല്ല, നമ്മുടെ ആയുധങ്ങൾ ജഡികമല്ല, നമുക്ക് പോരാട്ടമുള്ളത് ജഡത്തോടല്ല, ജഡികമായിട്ടല്ല. എന്നിട്ട് പൗലോസ് അപ്പോസ്തലൻ എഫേസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ ഈ പോരാട്ടത്തെക്കുറിച്ച് കുറച്ചുകൂടെ വിശദീകരിക്കുകയാണ്. ആരോടാണ് ഈ പോരാട്ടം, നമ്മൾ ആരോടാണ് ഈ പോരാട്ടം കാഴ്ചവെക്കാനായിട്ട് പോകുന്നത്? അതായത് ഇത് ജഡികമല്ല എങ്കിൽ ഇത് ആത്മീകമായ ഒരു പോരാട്ടമാണ്. ഈ ആത്മീകമായ പോരാട്ടം ആരോടാണ് നമ്മൾ നടത്താനായിട്ട് പോകുന്നത്? വായിക്കാം 12-ാമത്തെ വാക്യം. 6:12. അതായത് നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. അപ്പോൾ നമ്മുടെ പോരാട്ടം ജഡികമല്ല. അതായത് ഞാൻ പോരടിക്കുന്നത് പ്രിയ സത്യദാസ് സംഘടനയോടല്ല, ഞാൻ പോരടിക്കുന്നത് എസ്.കെ. സഹോദരനോടല്ല, ഞാൻ പോരടിക്കുന്നത് ഒരു വലിയ സേനയോടുകൂടെയാണ്. ആ സേന ഇരിക്കുന്നത് എവിടെയാ? അവിടെ പൗലോസ് പറയുന്നുണ്ട് എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ, അവരെവിടെ ഇരിക്കുന്നത്? അവർ സ്വർലോകത്തിലിരിക്കുകയാണ്. അപ്പോൾ സ്വർഗത്തിലാണോ ഈ ദുഷ്ടാത്മസേന ഇരിക്കുന്നത്? ആണോ അല്ലേ? നമ്മൾ ചിന്തിക്കും, പഠിക്കാനായിട്ട് പോവുകയാണല്ലോ. അപ്പോൾ എഫേസ്യ ലേഖനം എന്ന് പറയുന്നത് പൗലോസിൻ്റെ ലേഖനങ്ങളിലെ വളരെ പ്രാധാന്യമുള്ളൊരു ലേഖനമെന്നാണ് വേദപണ്ഡിതാക്കന്മാർ അഭിപ്രായപ്പെടുന്നത്. ഒരു വേദപണ്ഡിത അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: നാം ക്രീം കേക്ക് വാങ്ങുമല്ലോ, ക്രീം കേക്ക് വാങ്ങുമ്പോൾ അതിൻ്റെ മുകളിൽ ചെറി വെച്ചിരിക്കും അല്ലേ, ചെറിപ്പഴം. അപ്പോൾ ഒരു വേദപണ്ഡിത അഭിപ്രായപ്പെടുന്നത് ഇങ്ങനെയാണ്: ക്രീം കേക്കിൻ്റെ മുകളിലെ ചെറിപ്പഴമാണ് എഫേസ്യ ലേഖനം എന്ന് പറയുന്നത്. അതായത് അപ്പോസ്തലനായ പൗലോസ് എഴുതിയ എല്ലാ ലേഖനങ്ങളും വെച്ച് നോക്കുമ്പോൾ അതിലെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ചെറിപ്പഴമാണ് എഫേസ്യ ലേഖനം. അത് പറയാൻ കാരണം എന്താണ്? എഫേസ്യ ലേഖനത്തിൽ ദൈവമക്കളെ വിവിധങ്ങളായ നിലയിൽ പൗലോസ് അവതരിപ്പിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. എഫേസ്യ ലേഖനം സസൂക്ഷ്മം നമ്മൾ പഠിച്ചാൽ പൗലോസ് ദൈവമക്കളെ അവതരിപ്പിച്ചിരിക്കുന്നത് ഒരു നിയമസഭ സംവിധാനത്തിലൂടെയാണ് ഒന്ന് അവതരിപ്പിച്ചിരിക്കുന്നത്. മറ്റൊന്നൊരു കുടുംബം എന്ന നിലയിൽ പൗലോസ് അവതരിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ ഏത് ആംഗിളിൽ നിന്ന് എഫേസ്യ ലേഖനം വായിച്ചാലും നിങ്ങൾക്കത് ബോധ്യമാകും. കുടുംബം എന്ന നിലയിൽ പൗലോസ് എഫേസ്യ ലേഖനത്തെ എഴുതാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. മാത്രമല്ല ഒരു ദൈവാലയം എന്ന നിലയിൽ പൗലോസ് എഫേസ്യ ലേഖനത്തെ അവതരിപ്പിക്കാനായിട്ട്, അല്ലെങ്കിൽ ദൈവമക്കളെ എഫേസ്യ ലേഖനത്തിലൂടെ അവതരിപ്പിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. മാത്രമല്ല ക്രിസ്തുവിൻ്റെ മണവാട്ടി എന്നുള്ള നിലയിൽ ദൈവമക്കളെ പൗലോസ് എഫേസ്യ ലേഖനത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അവസാന ഭാഗത്തിലേക്ക് ചെല്ലുമ്പോൾ നാം മനസ്സിലാക്കിയതുപോലെ ഒരു പട്ടാളക്കാരൻ എന്നുള്ള നിലയിലും ദൈവമക്കളെ പൗലോസ് അവതരിപ്പിച്ചിട്ടുണ്ട്. പൗലോസ് ദൈവമക്കളെ 6-ാമത്തെ അധ്യായത്തിൽ അവതരിപ്പിക്കുവാൻ, ഒരു പട്ടാളക്കാരൻ എന്നുള്ള നിലയിൽ അവതരിപ്പിക്കുവാനുള്ള കാരണമെന്ന് പറയുന്നത് അവരുടെ എതിരാളിയായിട്ട് നിൽക്കുന്ന സൈന്യവും ഒരു പട്ടാളം എന്നുള്ള നിലയിലാണ് പൗലോസ് അവതരിപ്പിച്ചിരിക്കുന്നത്. അതായത് വിശ്വാസികളെ ഒരു പട്ടാളക്കാരനുള്ള ബന്ധത്തിൽ പൗലോസ് അവതരിപ്പിച്ചിരിക്കുമ്പോൾ പൗലോസ് ആരോടാണോ പോരാടുന്നത് ആ പോരാടുന്ന സേനയെ പൗലോസ് ഒരു പട്ടാള ക്യാമ്പിലെ ആർമികളുള്ള ബന്ധത്തിലാണ് പൗലോസ് വിശദീകരിച്ചിരിക്കുന്നത്. അത് വിശദീകരിക്കണം, അത് മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് എഫേസ്യ ലേഖനം 6-ാമത്തെ അധ്യായം മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഒരു പട്ടാളക്കാരൻ എന്ന നിലയിൽ നോക്കുമ്പോൾ എപ്പോൾ വേണമെങ്കിലും പോരാട്ടത്തിന് റെഡിയായിട്ടിരിക്കണം. അവൻ പോർക്കളത്തിലാണ്, എപ്പോൾ വേണമെങ്കിലും പോരാട്ടത്തിന് റെഡിയായിട്ടിരിക്കണം. ഞാൻ ഇതിനെക്കുറിച്ച് ഇങ്ങനെ പട്ടാളക്കാരുടെ പ്രവൃത്തികളെക്കുറിച്ച് വായിച്ചു വന്നപ്പോൾ യുദ്ധക്കളത്തിലായിരിക്കുന്ന ഒരു പട്ടാളക്കാരൻ കിടന്നുറങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഷൂസ് പോലും അഴിച്ചു വയ്ക്കില്ല എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. എന്ന് പറഞ്ഞാൽ രാത്രിയിൽ എപ്പോഴാണോ അപകട സൈറൻ മുഴങ്ങുന്നത് അപ്പോൾ ഈ പട്ടാളക്കാരൻ തൻ്റെ ജോലിക്കായിട്ട് പോകണം. ഷൂസ് എടുത്ത് കെട്ടാനുള്ള സമയമില്ല, അത് എപ്പോഴും ധരിച്ചു വേണം കിടന്നുറങ്ങാനെന്ന്. അപ്പോൾ ഒരു പട്ടാളക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ എപ്പോഴും റെഡിയായിരിക്കണം. ഇവിടെ ഈ പോർക്കളം എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസ ജീവിതമാണെങ്കിൽ നാം വിശ്വാസികളായി ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നാം എപ്പോൾ വേണമെങ്കിലും ഈ പോർക്കളത്തിൽ പോരാടുവാൻ റെഡിയായിട്ടിരിക്കുക എന്നുള്ളതാണ് പൗലോസ് മുൻപോട്ട് വയ്ക്കുന്ന ആശയം. എഫേസ്യ ലേഖനം 6-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യത്തിൽ സർവായുധ വർഗ്ഗങ്ങളെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് പൗലോസ് അപ്പോസ്തലൻ വിശദീകരിക്കുകയാണ് നമുക്ക് ഈ പോരാട്ടം, അതായത് നിങ്ങൾ സർവായുധ വർഗ്ഗം ധരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്?
ഈ വാഴ്ചകളോടും അധികാരങ്ങളോടുമൊക്കെ പോരാടാൻ വേണ്ടിയിട്ടാണ്. ഈ വാഴ്ചകളും അധികാരികളും ആരെന്നാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ മനസ്സിൽ ഈ വാഴ്ചകളെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ദുഷ്ടാത്മ സേനകളെക്കുറിച്ച് നമുക്കൊരു ഗ്രാഹ്യമുണ്ടല്ലേ. നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഈ ദുഷ്ടാത്മ സേന എന്ന് പറഞ്ഞാൽ ആരാ? അപ്പോൾ വാഴ്ചകൾ, അധികാരങ്ങൾ ആരാണ്? ദുഷ്ടാത്മ സേന പിശാചാണെങ്കിൽ അധികാരം വാഴ്ചകൾ അപ്പോസ്തലനായ പൗലോസിൻ്റെ ഭാഷയിലാണ് ഇത് പറയുന്നത്. വാഴ്ചകൾ, അധികാരങ്ങൾ, ദുഷ്ടാത്മസേന. യേശുക്രിസ്തു ഈ സൈന്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഇവരുടെ രാജ്യത്തെക്കുറിച്ച് യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. ഒന്നെടുക്കാമോ? മത്തായി സുവിശേഷം 12-ാമത്തെ അധ്യായം. മത്തായി സുവിശേഷം 12-ാമത്തെ അധ്യായം. അവിടെ യേശു കർത്താവ് ഈ ദുഷ്ടാത്മസേനയുടെ രാജ്യത്തെക്കുറിച്ചും ഈ പിശാചിൻ്റെ സംവിധാനത്തെക്കുറിച്ചും യേശു കർത്താവ് വിശദീകരിക്കുന്നുണ്ട്. 12-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് പെട്ടെന്ന് വായിക്കാം. അപ്പോൾ മത്തായി സുവിശേഷം 12-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങൾ. ശ്രദ്ധിക്കണേ, ഇവിടെ പറയുകയാണ്, യേശു കർത്താവിനെ കുറിച്ച് പരീശന്മാർ പറയുകയാണ്, ഈ ഭൂതങ്ങളെ പുറത്താക്കുവാൻ ബെയൽസെബൂലിനെ മാത്രമേ പറ്റത്തുള്ളൂ. ഈ ബെയൽസെബൂലിനെ കുറിച്ച് ആദ്യം പറഞ്ഞിരിക്കുന്നത് 2 രാജാക്കന്മാരുടെ പുസ്തകം 1-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിലാണ്. പിന്നെ വായിച്ചാൽ മതി, ഇപ്പോൾ വായിക്കണ്ട. അവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ബെയൽസെബൂൽ എന്ന് പറയുന്ന ആള് എക്രോൻ എന്ന് പറയുന്ന രാജ്യത്തിലെ ഒരു ദേവനാണ്. വേദപണ്ഡിതാക്കന്മാരുടെ അഭിപ്രായം പറയുന്നത് ഈ എക്രോൻ എന്ന് പറയുന്ന രാജ്യത്ത് അനേക ദേവീദേവന്മാരുണ്ടായിരുന്നു. ആ ദേവീദേവന്മാരുടെ പട്ടണം പ്രാണികളുടെ വിഗ്രഹങ്ങളെ കൊണ്ട് നിറഞ്ഞതായിരുന്നു എന്നാണ്. അപ്പോൾ ബെയൽസെബൂൽ എന്ന വാക്കിൻ്റെ ഒരർത്ഥം എന്ന് പറയുന്നത് പ്രാണികളുടെ ദേവൻ എന്നാണ് ഒരു വാക്ക്, അതിൻ്റെ ഒരർത്ഥം എന്ന് പറയുന്നത്. അനേകം വേദപുസ്തകം പഠിക്കുന്ന ആൾക്കാർ ഈ എക്രോൻ എന്ന് പറയുന്ന സ്ഥലത്ത് നടത്തിയ ഗവേഷണ പ്രകാരം അവർ കണ്ടുപിടുത്തങ്ങളിലേക്ക് എത്തി. അവർ കണ്ടുപിടിച്ചു ഇങ്ങനെയുള്ള പ്രാണികളെയും പ്രാണിയുടെ രൂപത്തിലുള്ള ദേവീദേവന്മാരെയും കണ്ടുപിടിച്ചു. അതിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. ഇവിടെ യേശു കർത്താവിനെ കുറിച്ച് ആൾക്കാർ പറയുകയാണ് ബെയൽസെബൂലാണ്. ബെയൽസെബൂൽ എന്ന് പറഞ്ഞാൽ ഭൂതങ്ങളുടെ നേതാവ് എന്ന് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. അതായത് യേശു കർത്താവ് ആരെന്നാണ് പറയുന്നത്? യേശു കർത്താവ് ആരാണ്? ഭൂതമാണ്. യേശു കർത്താവ് ഭൂതങ്ങളുടെ നേതാവാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് അവിടെ പറയുന്ന ആ പശ്ചാത്തലം. ഇനി അടുത്ത വാക്യം ഒന്ന് വായിക്കാം. വായിച്ചൊന്ന് പറഞ്ഞു. ആ അതായത് യേശു കർത്താവാണ് പിശാചെങ്കിൽ, യേശു കർത്താവാണ് സാത്താനെങ്കിൽ, സാത്താനെ തന്നെ പുറത്താക്കിയാൽ രാജ്യം ഡിവൈഡായി പോകും, രാജ്യം ഛിദ്രിച്ചു പോകുമെന്നാണ് പറയുന്നത്. എന്നിട്ട് പറയുകയാണ് യേശു കർത്താവ് പിശാചാണെങ്കിൽ, നേതാവാണെങ്കിൽ, ഭൂതങ്ങളുടെ തലവനാണെങ്കിൽ, ഈ ഭൂതങ്ങളുടെ തലവനായ യേശു കർത്താവ്, ഞാൻ ഈ ആർഗ്യുമെൻറ്റിന് വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ, ഭൂതങ്ങളുടെ തലവനായ യേശു കർത്താവ് വേറൊരു ഭൂതത്തെ പുറത്താക്കുമ്പോൾ അവരുടെ രാജ്യം തമ്മിൽ ഭിന്നിക്കുകയാണ്, അവർ സ്വയമേ അടിയുണ്ടാക്കുകയാണ്. അപ്പോൾ എങ്ങനെ അത് ചെയ്യാനായിട്ട് സാധിക്കും? ഈ ഭൂതങ്ങളുടെ രാജ്യം തന്നെ അടിയുണ്ടാക്കി ഈ രാജ്യത്തെ രണ്ടായിട്ട് തിരിക്കുകയാണോ ചെയ്യുന്നത്? ഈ രാജ്യം എങ്ങനെ നിലനിൽക്കും എന്നാണ് യേശു കർത്താവ് പറയുന്നത്. അപ്പോൾ യേശു കർത്താവ് പറയുന്ന ആ പ്രഖ്യാപനത്തിൽ 3 കാര്യങ്ങളുണ്ട്. 1, ഭൂതങ്ങൾക്കൊരു രാജ്യമുണ്ട്. 2, ഭൂതങ്ങളുടെ രാജ്യം ഡിവൈഡായിട്ടില്ല, ചിന്തിരിച്ചു പോയിട്ടില്ല. 3, അത് നിലനിൽക്കുന്ന രാജ്യമാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഭൂതങ്ങൾക്കൊരു രാജ്യമുണ്ട്, അത് ചിന്തിരിച്ചു പോയിട്ടില്ല. ആ രാജ്യം എങ്ങനെയുള്ള രാജ്യമാണ്? ഇപ്പോഴുള്ള രാജ്യമാണ്. അത് ശാശ്വതമായ രാജ്യമല്ല, അതിപ്പോഴുള്ള രാജ്യമാണ്. ആ രാജ്യത്തെക്കുറിച്ചാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഇത് സ്വർലോക ദുഷ്ടാത്മസേനയുടെ രാജ്യമാണ്. ഒരു വാക്യം കൂടെ ഒന്ന് വായിക്കാം. കൊലോസ് ലേഖനം 1-ാം അധ്യായം. കൊലോസ് ലേഖനം 1-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. 13 മുതലുള്ള വാക്യം നമുക്കറിയാവുന്ന വാക്യം തന്നെയാണെങ്കിലൊന്ന് വായിക്കാം.
പിതാവിനെ സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്നും മതി. അവിടെ പറയുന്നത് ശ്രദ്ധിക്കണം. നമ്മളെ ഇരുട്ടിൻ്റെ അധികാരം എന്ന വാക്ക് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത് എക്സൂസിയ എന്നൊരു ഗ്രീക്ക് വാക്കാണ്. എക്സൂസിയ എന്ന ഗ്രീക്ക് വാക്കിന് അധികാരം എന്നൊരു പൊസിഷൻ മാത്രമല്ല, അധികാരി എന്നും പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇരുട്ടിൻ്റെ അധികാരിയായ പിശാചിൽ നിന്ന് നമ്മെ വെളിച്ചത്തിൻ്റെ രാജ്യത്തിലേക്ക്, ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക് വിലയ്ക്ക് വാങ്ങുവാനിടയായി തീർന്നു. അല്ലെങ്കിൽ നമ്മുടെ വിഷയത്തോളം ബന്ധത്തിൽ ഇങ്ങനെ പറയാം, ഈ സാത്താൻ്റെ രാജ്യത്തിൽ നിന്ന് നമ്മെ ഏത് രാജ്യത്തിലേക്ക് കൊണ്ടുവന്നു? ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുവന്നു. എന്തെങ്കിലും സംശയമുണ്ടോ? ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പോൾ സാത്താൻ്റെ രാജ്യം ഇന്ന് നിലനിൽക്കുന്ന രാജ്യമാണ്, അത് ഡിവൈഡ് ആയിട്ടില്ല. ആ രാജ്യം ഇന്ന് നിലനിൽക്കുന്നു എന്ന് മാത്രമല്ല, ആ രാജ്യത്തിൻ്റെ അധിപതി ആരാണ്? പിശാചാണ്. അവിടെ ഒരു അധികാരിയായി പിശാചുണ്ട്. അവിടെ നിന്നാണ്, ആ ഇരുട്ടിൽ നിന്നാണ് കർത്താവ് നമ്മെ വിലയ്ക്ക് വാങ്ങുവാനിടയാടുത്തത്. അപ്പോൾ നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ രാജ്യത്തിൻ്റെ അധിപതിയായി, ഈ സാത്താൻ്റെ രാജ്യത്തിൻ്റെ അധികാരിയായി സാത്താൻ ഇന്നും ജീവിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ചാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങൾക്ക് അധികാരം ലഭിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ സർവായുധം വർഗം ധരിക്കേണ്ടത് ഈ ദുഷ്ടാത്മസേനയോട് പോരാടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ആയുധം വേണം. ഈ ദുഷ്ടാത്മസേനയോട് പോരാടുവാൻ നിങ്ങൾക്ക് ആയുധം വേണം. ആ ആയുധങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ പിന്നാലെ ചിന്തിക്കും. അപ്പോൾ ഒരു വലിയ സൈന്യം നമ്മുടെ മുൻപിലുണ്ട്. ആ സൈന്യത്തിൻ്റെ മുന്നിൽ പോരാടുവാൻ നമുക്ക് ആയുധം വേണം. പോരാഞ്ഞിട്ട് ആ സൈന്യം എന്ന് പറയുന്നത് ആത്മീകമായ സൈന്യമാണ്, അത് ജഡീകമല്ല. ഇനി എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തിലേക്ക് ഒന്ന് വരാം. നാം ആദ്യം വായിച്ച ഭാഗത്തിലേക്ക്, എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തിലേക്ക്. അവിടുത്തെ ഈ 3 പദപ്രയോഗങ്ങളൊന്ന് പെട്ടെന്ന് ചിന്തിച്ച് പോകാമെന്ന് വിചാരിക്കുകയാണ്. എബ്രായ ലേഖനം 6-ാം അധ്യായം 12-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചാട്ടെ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും. മതി. എത്ര വ്യക്തമായിട്ട് പൗലോസ് പറയുകയാണ്, നമുക്ക് വലിയൊരു പോരാട്ടമുണ്ട്. ആ പോരാട്ടത്തിൽ ഒന്ന് പൗലോസ് പറയുന്നത് വാഴ്ചകളോടല്ല. ഈ വാഴ്ചകൾ എന്ന് പറഞ്ഞാൽ റൂളേഴ്സ് എന്നാണ് അർത്ഥം. റൂളേഴ്സ്, അതായത് റൂളേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാ? ഭരിക്കുന്നവൻ. ഞാൻ പറഞ്ഞല്ലോ, ഈ വിഷയം കൊടുത്തതിന് ശേഷമാണ് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നത്. അപ്പോഴാണ് എനിക്ക് പോലും ഇതിലെ ചില കാര്യങ്ങൾ മനസ്സിലായത്. അതായത് റൂളേഴ്സ് എന്ന വാക്കിന് ഗ്രീക്ക് ബൈബിളിൽ കൊടുത്തിരിക്കുന്ന വാക്ക് അർക്കായി എന്ന് പറയുന്ന വാക്കാണ്. ഈ അർക്കായി എന്ന് പറയുന്ന വാക്കിന് വളരെ വലിയ പ്രാധാന്യതയുണ്ട്. അർക്കായി എന്ന് പറയുന്ന വാക്ക് പലയിടങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഉപയോഗിച്ചിരിക്കുന്നതെല്ലാം ഒന്നുകിൽ പഴയകാല സംഭവങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടായിരിക്കും, മനസ്സിലാവുന്നോ? അല്ലെങ്കിൽ അർക്കായി എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ഭരണാധികാരിയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ പൗലോസ് പറയുകയാണ്, നിങ്ങൾക്ക് വലിയൊരു പോരാട്ടമുണ്ട്. ആ പോരാട്ടം ഈ അർക്കായിയോടാണ് എന്ന് പറഞ്ഞാൽ ഈ ഭരണാധിപനോടാണ്, ഈ നൂറ്റാണ്ടുകൾക്ക് മുൻപേയുള്ള ഈ ഭരണാധികാരിയോടുകൂടെയാണ്. അപ്പോൾ അർക്കായി എന്ന പദം ദൈവാത്മാവ് മനഃപൂർവ്വമായി പൗലോസിനെ കൊണ്ട് ഉപയോഗിപ്പിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഭരണാധികാരി ഇന്നോ ഇന്നലെയോ ഉദിച്ചു വന്നയാളല്ല. ഈ ഭരണാധികാരി പണ്ടേ ഉള്ളവനാണ്. ഈ ഭരണാധികാരി ഒരു സുപ്രഭാതത്തിൽ ഒരു വെള്ളപ്പൊക്കത്തിലുണ്ടായി വന്നയാളല്ല. ഈ ഭരണാധികാരി പണ്ടേ ഉള്ളവനാണ്. അപ്പോൾ ഈ 2 അർത്ഥവും ഈ ഒറ്റ വാക്കിൽ അന്തർലീനമാകുന്നു എന്നുള്ളതാണ്. ഈ അധികാരി, ഈ വാഴ്ച നടത്തുന്നവൻ, ഈ റൂളർ, ഈ ഭരണാധികാരി അർക്കായിയാണ് എന്ന് പറഞ്ഞാൽ ഇവൻ പണ്ടേ ഉള്ളവനുമാണ്. പിന്നെ ഇവൻ അധികാരം ഉള്ളവനുമാണ്, ഇവൻ ഭരിക്കുന്നവനാണ്. ഇവനാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഈ കോട്ടയുടെ ഏറ്റവും വലിയ തലവൻ, ഈ വാഴ്ച നടത്തുന്നവനാണ്. രണ്ടാമത്തെ പദം എന്ന് പറയുന്നത്, രണ്ടാമത്തെ വാക്യം എവിടെ? രണ്ടാമത്തെ വാക്കാരാ? രണ്ടാമത്തെ വാക്ക് അധികാരികൾ എന്ന് പറയുന്ന വാക്ക്, അധികാരികൾ. അപ്പോൾ കർത്താവ് യേശുക്രിസ്തു ഒരിക്കൽ പറയുവാനിടയായിട്ട് തീർന്നിട്ടുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ ഈ ലോകത്തിൻ്റെ പ്രഭു എന്ന് കർത്താവ് ഒരു വാക്ക് പ്രയോഗം നടത്തിയിട്ടുണ്ട്. ആ ലോകത്തിൻ്റെ പ്രഭുവാണ് അർക്കായി. അവൻ ഇന്നലെ ഇന്ന് ഉദിച്ചു വന്നയാളല്ല, അവൻ പുരാതനമായുള്ളവനാണ്. അവൻ പണ്ടേയുള്ളവനാണ്, ഭൂമിയെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ ഉള്ളവനാണ്. അവൻ ലോക സൃഷ്ടിക്ക് മുമ്പ് തന്നെ അവൻ ഈ ലോകത്തെ ഭരണം നടത്തുവാൻ, അധികാരം നടത്തുവാനായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ആളാണ്. രണ്ടാമത്തെ വാക്ക് എന്ന് പറയുന്നത് പിന്നെ അധികാരികൾ എന്ന വാക്കാണ്. ആ അധികാരികൾ എന്ന് പറയുന്നത് എക്സൂസിയ എന്ന വാക്കാണ്. എക്സൂസിയ എന്ന വാക്കിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഒരു ഭരണാധികാരി തൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്ന ആളെയാണ് എക്സൂസിയ എന്ന വാക്കുകൊണ്ട് ഉപയോഗിക്കുന്നത്. ഉദാഹരണം പറഞ്ഞാൽ, ഗലാത്യ സ്ഥലം സഭ പൗലോസ് അപ്പോസ്തലൻ സ്ഥാപിക്കുന്നു.
പൗലോസ് അപ്പോസ്തലൻ ഗലാത്യ സ്ഥലം സഭ സ്ഥാപിച്ചതിന് ശേഷം പൗലോസ് ആ സഭയെ നയിക്കുവാൻ ചില ആൾക്കാരെ അധികാരപ്പെടുത്തിയിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ സ്ഥലം സഭയുടെ നേതാവ് എന്ന് പറയുന്നത് പൗലോസാണ്. പൗലോസ് എന്നാൽ ഇവരെ ചിലരെ അധികാരപ്പെടുത്തിയിട്ട് പൗലോസ് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു. അപ്പോൾ പൗലോസാണ് അർക്കായി. ഇവിടെ പൗലോസ് വേറൊരാളെ നിയോഗിക്കുന്നു. ആ നിയോഗിക്കുന്ന ആളെയാണ് എന്തോ പറയുന്നത്, എക്സൂസിയ അല്ലെങ്കിൽ അധികാരികൾ എന്ന് പറയുന്നത്. പിശാചാണ് ഈ പിശാചിൻ്റെ രാജ്യത്തിലെ ഈ കോട്ടയുടെ ഈ സാമ്രാജ്യത്തിലെ അധിപതി പിശാചാണ്, അധികാരി സാത്താനാണ്. എന്നാൽ ആ സാത്താൻ്റെ താഴെ ചുമതലകൾ നൽകുവാൻ അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുവാൻ, ദുഷ്ടതകൾ പ്രവർത്തിക്കുവാൻ സാത്താൻ അധികാരപ്പെടുത്തിയിരിക്കുന്ന അധികാരികളാണ് ആര്? ഈ എക്സൂസിയ അല്ലെങ്കിൽ ഈ അധികാരികളെന്ന് പറയുന്നത്. മൂന്നാമത്തെ കൂട്ടത്തിലേക്ക് നമുക്കൊന്ന് പോകാം. മൂന്നാമത്തെ കൂട്ടർ എന്ന് പറയുന്നത് ആരാ? ലോകാധിപതികൾ അല്ലേ? ഒന്ന് വായിച്ചാട്ടെ 12. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും. മതി, പൗലോസ് പറയുന്ന വാക്ക് ശ്രദ്ധിക്കുക. ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും. അവിടെ പൗലോസ് ഉപയോഗിച്ചിരിക്കുന്നത് കോസ്മോക്രാറ്റസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വാക്കാണ്. ഇത് രണ്ട് വാക്കുകളുടെ ഒരുമിച്ചുള്ള ഒരു പദമാണ്. കോസ്മോസ് എന്ന് പറഞ്ഞാൽ ലോകമെന്നാണ്. ലോകത്തിൻ്റെ അധിപതിയായ ക്രാറ്റേഴ്സ് എന്ന രണ്ട് വാക്കുകൾ ചേർത്താണ് പിന്നെ കോസ്മോക്രാറ്റസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വാക്കിൽ നിന്ന് ലോകാധിപതികൾ എന്ന വാക്ക് വന്നിരിക്കുന്നത്. ഈ ലോകാധിപതികൾ അല്ലെങ്കിൽ കോസ്മോക്രാറ്റസ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? എന്തെങ്കിലും സംശയമുണ്ടോ? 3 പദങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഈ 3 പദം പഠിച്ചാലേ യഥാർത്ഥത്തിൽ നമ്മുടെ പോരാട്ടം ആരോടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഒന്നാമത്തെ ആൾക്കാർ വാഴ്ചകൾ നടത്തുന്ന അർക്കായി എന്ന കൂട്ടരാണ്, സാത്താനാണ്. രണ്ടാമത്തെ അധികാരികൾ എന്ന് പറയുന്നത് എക്സൂസിയ എന്ന വാക്കാണ്. ആ എക്സൂസിയ എന്ന വാക്കെന്ന് പറയുന്നത് അധികാരികളാണ്. സാത്താൻ മുകളിലിരുന്നു കൊണ്ട് ഓർഡർ കൊടുക്കുമ്പോൾ ആ ഓർഡർ അതേപടി ചെയ്യുന്ന രണ്ടാമത്തെ വിഭാഗം. മൂന്നാമത്തെ വിഭാഗമാണ് ഈ കോസ്മോക്രാറ്റസ്. ഈ കോസ്മോക്രാറ്റസ് എന്ന വാക്ക് സുലഭമായി ഗ്രീക്ക് നാടുകളിൽ പറയുന്നൊരു വാക്കാണ്. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, പട്ടാള ക്യാമ്പുണ്ടല്ലോ, നമുക്ക് പട്ടാള ക്യാമ്പ്. ആ പട്ടാള ക്യാമ്പിലേക്ക് യൗവനത്തിൽ പിള്ളേരെ പട്ടാളത്തിനായിട്ട് ചേരും. ഒന്നും അറിഞ്ഞുകൂടാതെ, തോക്കിനെക്കുറിച്ചോ വാളിനെക്കുറിച്ചോ ബോംബിനെക്കുറിച്ചോ ഒന്നും അറിഞ്ഞുകൂടാതെ പട്ടാളത്തിലേക്ക് ചേരുകയാണ്. ആ പട്ടാളത്തിലേക്ക് ചേർന്നിട്ട് ആ പട്ടാള ക്യാമ്പിൽ ഇവരെ ഇതെല്ലാം പഠിപ്പിച്ച് മിനുക്കിയെടുത്ത് ഒരു നല്ല പട്ടാളക്കാരനാക്കി മാറ്റുന്ന ആശയമാണ് കോസ്മോക്രാറ്റസ് എന്ന വാക്കിൻ്റെ ആശയം. എന്ന് പറഞ്ഞാൽ ഈ പിശാച് എന്താ ചെയ്യുന്നത്? ഈ പിശാച് അധിപതിയായിരുന്നു കൊണ്ട് അധികാരം നടത്തുന്ന ആൾക്കാരുടെ അടുക്കൽ വീണ്ടും ഒരു സൈന്യത്തെ പിശാച് വാർത്തുണ്ടാക്കുകയാണ്. ആ സൈന്യത്തിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന വാക്കാണ് കോസ്മോക്രാറ്റസ് എന്ന് പറയുന്നത്. അവരൊരു പട്ടാളക്കാരെ പോലെയാണ്. ഒന്നും അറിഞ്ഞൂടാതെ അവിടെ വരുന്നു. ആ വരുന്ന ആൾക്കാർ ട്രെയിനിങ് കൊടുത്ത് അവരെ മികച്ച ദുഷ്ടാത്മസേനകളാക്കി മാറ്റുന്നു. അതുകൊണ്ടാണ് പൗലോസ് അവിടെ പറയുന്നത്, നിങ്ങൾ ഈ പട്ടാളക്കാരെ തോൽപ്പിക്കണമെങ്കിൽ നിങ്ങൾ ഇതിട്ട് നടന്നാൽ പറ്റൂല. നിങ്ങളെന്ത് ധരിക്കണം? സർവായുധവർഗം. നിങ്ങളും പട്ടാളത്തിൻ്റെ ഡ്രസ്സ് ധരിക്കണം. നിങ്ങളും അതേ ഡ്രസ്സ് ധരിച്ചാലേ ഇവന്മാരോട് പോരാടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ പോരാട്ടം, നമ്മുടെ പോരാട്ടം എന്ന് പറയുന്നത് അത്ര എളുപ്പകരമായൊരു പോരാട്ടമല്ല. വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള, നമ്മളെക്കുറിച്ച് ഏകദേശം ഒട്ടുമിക്ക കാര്യങ്ങളും അറിയാവുന്ന, നമ്മളെ എവിടെ അടിച്ചാൽ തകരുമെന്നറിയാവുന്ന ഒരു വലിയ പോർക്കളത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒരു വലിയ പോർക്കളത്തിൽ നമ്മുടെ എനിമി, നമ്മുടെ ശത്രു എന്ന് പറയുന്നത് വളരെ വലിയൊരു ദുഷ്ടാത്മസേനയാണ്. ഈ സേന ഇരിക്കുന്നത് എവിടെയാണ്? ഈ സേനയുടെ സാമ്രാജ്യം, ഈ സേനയുടെ ഭരണാധികാരി, ഈ സേനയുടെ രാജ്യമെന്ന് പറയുന്നത് സ്വർലോകങ്ങളിലാണ്. അതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ വിഷയത്തിലേക്കൊന്ന് വരാം. 3 വാക്യങ്ങളൊന്ന് വായിക്കണം. ഒന്നാമത്തെ വാക്യം എന്ന് പറയുന്നത് നമ്മൾ വായിച്ച 6-ാം അധ്യായം 12-ാമത്തെ വാക്യമാണ്. അവിടെ സ്വർലോകം എന്ന പദമുണ്ട്. അത് നമ്മൾ നേരത്തെ വായിച്ചതാണ്. ഇനി 2-ാമത്തെ അധ്യായം എടുത്തട്ടെ. 2-ാം അധ്യായം, എഫേസ്യ ലേഖനം തന്നെ 2-ാം അധ്യായം 2-ാമത്തെ വാക്യം. നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ അവിടെ പറയുന്ന ആകാശത്തിലെ അധികാരി. അപ്പോൾ ഒന്ന് നേരത്തെ നമ്മൾ ചിന്തിച്ചത് എഫേസ്യ ലേഖനം 6-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ ഇത് സ്വർലോക സൈന്യമാണ്, സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയാണ്. 2-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇവരെക്കുറിച്ച് പറയുന്നത് ഇവരെവിടെ ഇരിക്കുകയാണ്? ഇവർ ആകാശത്തിലിരിക്കുക. ഇനി വെളിപ്പാട് പുസ്തകത്തിലേക്ക് ഒന്ന് പോയേ. വെളിപ്പാട് പുസ്തകം 12-ാമത്തെ അധ്യായം. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. പിന്നെ സ്വർഗ്ഗത്തിൽ യുദ്ധമുണ്ടായി. അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി. മതി, അവിടെ പറയുന്നത് ശ്രദ്ധിക്കണം. പിന്നെ എവിടെ യുദ്ധം ഉണ്ടായി?
സ്വർഗത്തിൽ. ഈ സ്വർഗത്തിൽ യുദ്ധം ഉണ്ടാവുമോ? സ്വർഗം എന്ന് പറയുന്നത് കണ്ണുനീരില്ലാത്ത, കഷ്ടതയില്ലാത്ത, മുറവിളിയില്ലാത്ത, യാതൊരു വേദനയും ഇല്ലാത്ത ഒരു സ്ഥലമെന്നാണ് നമ്മൾ അറിയുന്നത്, നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷേ വെളിപ്പാട് പുസ്തകത്തിൽ പറയുകയാണ് സ്വർഗത്തിൽ എന്തുണ്ടായി? യുദ്ധം ഉണ്ടായി. നമ്മളത് പിന്നീട് ആ വാക്യം വായിക്കും ഈ ക്ലാസ്സിൻ്റെ അവസാന ഭാഗത്തിലേക്ക് എത്തും. അപ്പോൾ ഇപ്പം നമ്മുടെ ആശയം എടുത്താൽ മതി. അപ്പോൾ ഈ ദുഷ്ടാത്മ സേന ഇരിക്കുന്നത് സ്വർലോകത്തിലാണ്, അവർ ആകാശത്തിലാണ്, അവിടെ അവർക്ക് യുദ്ധമുണ്ട്. ഇതാണ്. അപ്പോൾ സ്വർലോകം എന്ന് പറയുന്ന ഈ ലോകം എവിടെയാണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ ഇത്ര നേരം പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ? എന്തെങ്കിലും സംശയമുണ്ടോ? സംശയം ഉണ്ടെങ്കിൽ ഇവിടെ ഇരുന്ന് പറയണം, പുറത്തു പോയിട്ട് പറയരുത്. അയ്യോ ഗോഡ്സ് അത് പറഞ്ഞെന്ന് പറയരുത്. ഇവിടെ ഇരുന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. നമുക്ക് ഒരുമിച്ച്, എനിക്ക് അറിഞ്ഞൂടാത്തന്നെ നമുക്ക് ഒരുമിച്ച് ക്ലാരിഫൈ ചെയ്യാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്ര നേരം നമ്മൾ ചിന്തിച്ചത് ഒരു വലിയ പോർക്കളത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ എതിരാളികൾ എന്ന് പറയുന്ന അത്ര നിസ്സാരമായിട്ട് നമ്മൾ കാണേണ്ട ആളല്ല. നമ്മൾ വിചാരിക്കുമോ ഇയാളല്ലേ, സാത്താനല്ലേ, അല്ലെങ്കിൽ ഒരു സേനയല്ലേ, നമുക്ക് തകർത്തേക്കാം. നോ, അവർ വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു വലിയ സേനയാണ്. ആ സേനയോടാണ് നമ്മൾ പോരാടാനായിട്ട് പോകുന്നത്. ഈ സേനയുടെ അധിപതി ഇരിക്കുന്നത് പറ സ്വർലോകത്തിലാണ്. അപ്പോൾ ആ സ്വർലോകം ഏതെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം നമുക്കെല്ലാവർക്കും അറിയാം. എബ്രായ ബൈബിളിൽ അതിങ്ങനെയാണ് തുടങ്ങുന്നത്. ബർഷിത് ബറ എൽ എലോഹിം ഹഷമായിം എന്നാണ് തുടങ്ങുന്നത്. ഈ ഹഷമായിം എന്ന വാക്കെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഹഷമാമി, മീമിനെ അവസാനത്തെ എം പറയണ്ടായിരുന്നു, ഹഷമാമി എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. എന്ന് പറഞ്ഞാൽ ആദിയിൽ ദൈവം, ബാക്കി പറ. ആകാശമൊന്നുമല്ല യഥാർത്ഥ പരിഭാഷ എന്ന് പറയുന്നത്. ആദിയിൽ ദൈവം, നമ്മുടെ വിഷയം ഇതാണെങ്കിൽ എന്തായിരിക്കണം? സ്വർഗങ്ങളും ഭൂമിയും സൃഷ്ടിച്ചു എന്നാണ്. അതായത് ഹഷമാമി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ സ്വർഗം എന്ന് മാത്രം വന്നാൽ മതിയായിരുന്നു. നമ്മളിന്ന് പറയുന്ന ഭൂമി മാത്രം വന്നാൽ മതിയായിരുന്നു. പക്ഷേ ഹഷമാമീം വന്നതുകൊണ്ട് അത് പ്ലൂറലാണ്, ബഹുവചനമാണ്, ഒന്നിലധികം ഉണ്ട്. എപ്പോഴാണ്? ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ദ ഹെവൻസ് ആൻഡ് ദി എർത്ത് എന്ന് പറയുമ്പോൾ ആദിയിൽ ദൈവം, ഇംഗ്ലീഷ് ബൈബിൾ അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, സ്വർഗങ്ങളും ഭൂമിയും സൃഷ്ടിച്ചു. ഇനി നമ്മൾ സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്, 19-ാമത്തെ സങ്കീർത്തനം 1-ാമത്തെ വാക്യം എന്താണ്? ആകാശം. അവിടെയും ഈ വാക്ക് ഹഷമാമീം എന്ന വാക്കാണ്. യഥാർത്ഥത്തിൽ അവിടെ വരേണ്ടത് ആകാശം എന്നല്ല, സ്വർഗങ്ങൾ എന്നാണ്. ഇംഗ്ലീഷ് ബൈബിളിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ദി ഹെവൻസ് ഡിക്ലെയർ ദ ഗ്ലോറി ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ സ്കൈ എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ഹെവൻസ് എന്നാണ്. ഒന്നിലധികം ഹെവൻസ് ഉണ്ട്. അപ്പോൾ ആ ഒന്നിലധികം ഹെവൻസ് ഏതാണ്? ബൈബിളിൽ എവിടെയെങ്കിലും ഈ ഒന്നിലധികം സ്വർഗം ഉണ്ടെന്ന് പറയുന്നുണ്ടോ? ഉണ്ട്. പൗലോസ് പറഞ്ഞു, എനിക്കൊരു മനുഷ്യനെ അറിയാം, ആ മനുഷ്യൻ എത്ര സ്വർഗത്തിലെടുക്കപ്പെട്ടു? 3-ാം സ്വർഗത്തിലെടുക്കപ്പെട്ടു. ചില ആൾക്കാർ പറയാറുണ്ട് ഞാൻ 7-ാം സ്വർഗം വരെ പോയെന്ന്. ബൈബിളിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഖുറാനിലൊരു പദപ്രയോഗമുണ്ട്. ആ പദപ്രയോഗം എന്ന് പറയുന്നത് 7-ാം സ്വർഗത്തിലാണ് പിന്നെ മനുഷ്യൻ്റെ ശുദ്ധീകരണം നടക്കുന്നതെന്നാണ്. ബൈബിളിൽ അങ്ങനെയില്ല. ബൈബിൾ പറയുന്നത് 3 സ്വർഗങ്ങളെക്കുറിച്ചാണ്. ഏറ്റവും മാക്സിമമായ സ്വർഗം എന്ന് പറയുന്നത് ഈ 3-ാമത്തെ സ്വർഗമാണ്. 1-ാമത്തെ സ്വർഗം എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന ഈ സൗരയുധങ്ങളുള്ള ഈ അറ്റ്മോസ്ഫിയറാണ് 1-ാമത്തെ സ്വർഗം. ഇവിടെ നമ്മൾ ഗാലക്സികളുണ്ട്, ഇവിടെ സൂര്യനുണ്ട്, ഇവിടെ ചന്ദ്രനുണ്ട്, ഇവിടെ ഈ കാണുന്ന പ്രപഞ്ചങ്ങളെല്ലാം ഉണ്ട്. 3-ാമത്തെ സ്വർഗം എന്ന് പറയുന്നത് പൗലോസ് അപ്പോസ്തലൻ എടുക്കപ്പെട്ടു എന്ന് പറയുന്ന, അല്ലെങ്കിൽ പൗലോസ് അപ്പോസ്തലന് ഒരു മനുഷ്യനെ അറിയാമെന്ന് പറയുന്ന 3-ാമത്തെ സ്വർഗം. ഇതിൻ്റെ ഇടയ്ക്കൊരു സ്വർഗമുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് സ്വർഗത്തിൻ്റെ ആ സ്ഥലത്താണ് ആര് വസിക്കുന്നത്? ദുരുപദേശം തോന്നുന്നുണ്ടോ? നമ്മൾ മനസ്സിലാക്കണം, ആ സ്ഥലത്താണ് ഇവൻ ഇരിക്കുന്നത്. ആര്? വേദപുസ്തകം പഠിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും. ഞാൻ ഈ വിഷയം ഇങ്ങനെ പഠിച്ചപ്പോൾ എനിക്കും തോന്നി, ഞാനിത് പറഞ്ഞാൽ ചിലപ്പോൾ ഉപദേശ പ്രശ്നമാവുമോ, ഞാനും പേടിച്ചു. പക്ഷെ ഞാൻ KV സൈമൺ സാറിൻ്റെയും നമ്മുടെ പ്രഗത്ഭന്മാരായ കുറേ ആൾക്കാരുടെ പുസ്തകം ഒന്ന് വായിച്ചു നോക്കി. ഇതിനുള്ള ബന്ധത്തിൽ അറിയണമല്ലോ, ഇനി ഞാനെന്തെങ്കിലും പൊട്ടത്തെറ്റ് പറയാൻ പാടില്ലല്ലോ. അവരെല്ലാവരും പറയുന്നത് അങ്ങനെ തന്നെയാണ്, അവരുടെ എല്ലാവരും ആശയം അങ്ങനെ തന്നെയാണ്. വെളിപ്പാട് പുസ്തകത്തിലെ ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, സാത്താൻ ഇതുവരെ ഭൂമിയിലേക്ക് വന്നിട്ടില്ല. ഇപ്പോൾ ഇവിടെ തിന്മകളൊക്കെ അഴിച്ചു വിടുന്നത് ആരെന്നറിയാമോ? ഇവൻ്റെ ദുഷ്ടാത്മ സേനകളാണ്. ഇവനെ ദൈവം താഴോട്ട് തള്ളിവിടുന്ന സമയമാണ് നമ്മൾ വായിച്ചത് നേരത്തെ. വെളിപ്പാട് പുസ്തകം വെട്ടിയെടുത്ത് താഴോട്ടിടും. അന്നിവിടെ മഹാക്രോധത്തോടു കൂടെ അവൻ ഇടപെടും എന്നാണ് നമ്മൾ വായിക്കുവാനായിട്ട് എടുത്തത്. അപ്പോൾ നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ 3 സ്വർഗങ്ങൾ. 1-ാമത്തെ സ്വർഗം നാം കാണുന്ന ഈ പ്രതലം, 2-ാമത്തെ സ്വർഗമാണ്, 2-ാമത്തെ ആകാശമാണ്, 2-ാമത്തെ ഹെവൻ എന്ന് പറയുന്ന സ്ഥലമാണ് ഈ മനുഷ്യൻ അല്ലെങ്കിൽ ഈ പടജന ഇരിക്കുന്ന സ്ഥലം. ഈ പടജനത്തിന് നമ്മുടെ പ്രാർത്ഥനയെ തടുക്കാൻ സാധിക്കും. പറ്റുമോ ഇല്ലയോ?
നമ്മളിവിടെ ഇരുന്ന് മുട്ടുമേന്ന് നിലവിളിക്കും, ദൈവം ഉത്തരം തരുന്നില്ല. കാരണമുണ്ട്, സമയമില്ല. നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് വായിച്ചാൽ മതി. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 10-ാമത്തെ അധ്യായം. ദാനിയേൽ പ്രവചനം 10-ാമത്തെ അധ്യായത്തിൽ ദാനിയേൽ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ദാനിയേലിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. അവിടെ നാം വായിക്കുന്നത് എങ്ങനെയാണ്? ദാനിയേലിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു, പക്ഷെ ഉത്തരം കിട്ടിയില്ല. ഉത്തരം കിട്ടിയ എത്ര ദിവസം കഴിഞ്ഞിട്ടെന്ന് അറിയാമോ? വായിച്ചിട്ടുണ്ടോ? എത്ര ദിവസം കഴിഞ്ഞിട്ടാ? 21 ദിവസം കഴിഞ്ഞിട്ടാണ് ഉത്തരം കൊടുത്തത്. എന്താ 21 ദിവസം വരെ കാരണം? പ്രശ്നം എന്തായിരുന്നു? 21 അയ്യോ അവിടെ നിന്ന് സ്ലോ, ഏറ്റവും വേഗത കുറഞ്ഞ ബസ്സിലാണോ ദൂതം വന്നത് പ്രാർത്ഥനയുടെ ഉത്തരവായിട്ട്? അല്ല. നമ്മളവിടെ വായിക്കുന്ന എങ്ങനെയാണ്? ഈ ഇടയ്ക്കൊരു യുദ്ധം ഉണ്ടായിരുന്നു, ഇടയ്ക്കൊരു മൽപ്പിടുത്തം ഉണ്ടായിരുന്നു. അവനെ തോൽപ്പിച്ചിട്ടാണ് ഈ പ്രാർത്ഥന വിഷയവുമായിട്ട് 21 ദിവസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഉത്തരവുമായിട്ട് ഈ ദൂതൻ പിന്നെ ദാനിയേലിൻ്റെ അടുക്ക് എത്തുന്നത്. അപ്പോൾ ഞാനത് ആ വിഷയം അവിടെ വിടുകയാണ്. അപ്പോൾ നമുക്ക് വലിയൊരു പോരാട്ടമുണ്ട്. ആ പോരാട്ടം എന്ന് പറയുന്നത് ഈ സേനയോടാണ്. ഈ സേനയുടെ 3ആയിട്ടാണ് ഈ സേന തിരിച്ചിരിക്കുന്നത്. ഈ സേനയ്ക്കൊരു അധിപതിയുണ്ട്, ഒരു ഭരണകർത്താവുണ്ട്. അതിൻ്റെ ശേഷം അതിന് അധികാരം നടത്തുന്ന ആൾക്കാരുണ്ട്. 3-ാമത്തെ തലം ദുഷ്ടാത്മ സേനകളുണ്ട്. ആ സേനകളാണ് ഇവിടെ കിടന്നുകൊണ്ട് നമ്മളെ കൊണ്ട് തിന്മ ചെയ്യിപ്പിക്കുന്നതും. ഇവരെല്ലാം ഈ സേനകൾ വെൽ ട്രെയിൻഡ് സേനയാണ്. അവിടെ കോസ്മോക്രാറ്റസ് എന്ന വാക്ക് പൗലോസ് ഉപയോഗിച്ചുകൊണ്ട് പറയുന്നത് ഇതൊരു പട്ടാള ചിട്ടയോടുകൂടെ പ്രവർത്തിക്കുന്നൊരു സേനയാണ്. ഇവരെ അങ്ങനെ പെട്ടെന്ന് നമുക്ക് ഇവരെ തോൽപ്പിക്കാനായിട്ട് പറ്റില്ല. ഇവരെ തോൽപ്പിക്കണമെങ്കിൽ അതേ പട്ടാളം ഉപയോഗിക്കുന്ന അതേ എക്യുപ്മെൻറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇവരുടെ അടുക്കേക്ക് പോയെങ്കിൽ മാത്രമേ ഇവരെ തോൽപ്പിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ 2 രാജ്യങ്ങളുണ്ട്. ഒന്ന് സാത്താൻ്റെ രാജ്യം, മറ്റൊന്ന് ദൈവത്തിൻ്റെ രാജ്യം. നമ്മുടെ പോരാട്ടം എന്ന് പറയുന്നത് ഏത് രാജ്യത്തോടാണ്? ഈ സാത്താൻ്റെ രാജ്യത്തോടാണ്. സാത്താൻ്റെ രാജ്യം നിത്യമായ രാജ്യമല്ല, ദൈവത്തിൻ്റെ രാജ്യം നിത്യമായ രാജ്യമാണ്. സാത്താൻ്റെ രാജ്യത്തിൽ പ്രകാശമില്ല, ദൈവത്തിൻ്റെ രാജ്യത്ത് ദൈവം തന്നെയാണ് പ്രകാശം. ഭൂമിയെയും ഭൂമണ്ഡലത്തെയും സൃഷ്ടിച്ചില്ല എന്ന് വിചാരിച്ച് നോക്ക്. ദൈവരാജ്യത്തിൽ ദൈവം പ്രകാശമായിട്ടുണ്ടായിരുന്നു. എന്നാൽ ഭൂമിയെയും ഭൂമണ്ഡലത്തെ സൃഷ്ടിക്കാതെ ആകാശത്ത് പിന്നെ ഈ സൂര്യനെ സൃഷ്ടിക്കാതിരുന്നിരുന്നുവെങ്കിലും ഈ സാത്താൻ്റെ രാജ്യം അന്ധകാരമായി കിടക്കുമായിരുന്നു. കാരണം സാത്താൻ അന്ധകാരത്തിൻ്റെ പ്രഭുവാണ്, അവൻ വെളിച്ചമില്ല, അവിടെ വെളിച്ചമില്ല. എന്നാൽ അതിൻ്റെ മറുഭാഗത്ത് ദൈവരാജ്യത്തിൽ വെളിച്ചമുണ്ട്. ദൈവരാജ്യം നിത്യമാണ്, ഇത് നിത്യമല്ല. ദൈവരാജ്യം വെളിച്ചത്താൽ നിറഞ്ഞതാണ്, ഇത് അന്ധകാരത്തിൽ നിറഞ്ഞതാണ്. ദൈവരാജ്യം ലീഗലായിട്ടുള്ളതാണ്, ഇത് ഇല്ലീഗലാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇത് നിയമപരമായിട്ടുള്ളതാണ്, ഇത് നിയമപരമായിട്ടുള്ള രാജ്യമല്ല. ഈ രാജ്യത്തിൻ്റെ എതിരെയാണ് നമ്മുടെ പോരാട്ടം. അപ്പോൾ നമ്മുടെ പോരാട്ടം ജഡികമല്ല. അതിനെയാണ് പൗലോസ് പറയുന്നത് നമുക്ക് ഈ പോർക്കളത്തിൽ ആയുധം വേണം. ആ ആയുധങ്ങൾ ജഡികമായ ആയുധമല്ല. അപ്പോൾ നമ്മുടെ പോർക്കളം എന്ന് പറയുന്നത്, ഇങ്ങനെ ഞാൻ പറയാം, നമ്മുടെ പോർക്കളം എന്ന് പറയുന്നത് വിശ്വാസത്താൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന ഒരു വിശ്വാസിയുടെ ജീവിതമാണ്. എന്തോന്ന്? പോർക്കളം. ആരൊക്കെയാണ് പോരാടേണ്ടത്? ഈ പോർക്കളത്തിൽ ആരൊക്കെയാണ് ഈ സാത്താൻ്റെ രാജ്യത്തോട് പോരാടേണ്ടത്? ആരൊക്കെ പോരാടണം? സത്യാസങ്ങൾ പോരാടിയാൽ മതി, ഓമനക്കൊട്ടങ്ങൾ ഈ സഭയിലെ മൂപ്പന്മാർ പോരാടിയാൽ മതിയോ? പിന്നെ ആരൊക്കെ പോരാടണം മക്കളെ? ആരൊക്കെ പോരാടണം? നമ്മളെല്ലാവരും പോരാടണം. ക്രിക്കറ്റ് കളിക്കാൻ പോകുമ്പോൾ നമ്മൾ പോരാടണം. ആരടുത്ത് പോരാടണം? ഈ പിശാചിനോട് പോരാടണം. ഔട്ടായി പോകുമ്പോൾ നമ്മൾ പറയും, പോകാനായിട്ട് മടിയായിട്ട് നമ്മൾ പറയും ഔട്ടല്ല എന്ന് നമ്മൾ ചിലപ്പോൾ ചില കള്ളം പറയും. അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ഈ പോരാട്ടത്തിൽ നമ്മൾ തോൽക്കുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? നമുക്ക് ഈ പോരാട്ടം വേണം, എപ്പോഴും വേണം. 24/7 നമ്മൾ ഈ പോർക്കളത്തിലാണ്. നമ്മളെല്ലാവരും പോർക്കളത്തിലാണ്. നമ്മളെല്ലാവരും പോരാളികളായി നിൽക്കുകയാണ്. വിശ്വാസികളായ എല്ലാവരും പോരാളികളായി നിൽക്കുകയാണ്. ഓർക്കുക, ഈ പോരാട്ടം ജഡികമല്ല, ഈ പോരാട്ടം ആത്മീകമാണ്. ഈ പോരാട്ടം സഭയിലെ വിശ്വാസികൾ തമ്മിലുള്ള പോരാട്ടമല്ല, ഈ പോരാട്ടം ആത്മികമാണ്. നിങ്ങളൊരു യാത്ര പോകുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ കൂടെ സുവിശേഷം കാണില്ല, ഒരുപക്ഷെ നിങ്ങളുടെ കൂടെ മൂപ്പന്മാർ കാണില്ല, ഒരുപക്ഷെ നിങ്ങളുടെ സഭയിലെ ഡീക്കന്മാർ കാണില്ല, നിങ്ങളുടെ സഭയിലെ മറ്റാരും നിങ്ങളുടെ കൂടെ കാണത്തില്ല. പക്ഷെ അപ്പോഴും നിങ്ങൾ എവിടെയാണ്? ഈ പോർക്കളത്തിലാണ്. അപ്പോഴും നിങ്ങളുടെ കൂടെ ആര് ഉണ്ട്? ദൈവമുണ്ട്. അപ്പോഴും നിങ്ങളുടെ കൂടെ നിങ്ങളെ തോൽപ്പിക്കുവാൻ ആര് നിങ്ങളുടെ മുമ്പിലുണ്ട്? സാത്താനുണ്ട്, ദുഷ്ടാത്മസേനയുണ്ട്. അപ്പോഴും നിങ്ങൾ പോരാളിയായി ഇരിക്കണം. മനസ്സിലാകുന്നുണ്ടോ ഇതിൻ്റെ ഗൗരവം? അതായത് സഭയിൽ വരുമ്പോൾ മാത്രമല്ല ഈ പോരാട്ടം, നമ്മൾ പോകുന്നിടത്തൊക്കെ ഈ പോരാട്ടം ആവശ്യമാണ്. ഈ പോരാട്ടം ആവശ്യമാണ്. അപ്പോൾ ഈ പോരാട്ടം എന്ന് പറയുന്നത് ജഡികമല്ല എന്ന് മാത്രമല്ല, ഈ പോരാട്ടം ആത്മികമാണ്. ഈ പോർക്കളം എന്ന് പറയുന്നത് വിശ്വാസികളുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളെയും ഈ പോർക്കളമായിട്ട് പറയാം. ഒരു ഉദാഹരണം, ഒരു അതിനെ കുറച്ചുകൂടെ ലഘുവായിട്ട് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ പറയാം. യഥാർത്ഥത്തിൽ ഈ പോർക്കളം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ്. നമ്മുടെ വിശ്വാസത്തെ തകർക്കുവാൻ ഈ പോർക്കളത്തിലാണ്, മനസ്സാകുന്ന പോർക്കളത്തിലേക്കാണ് സാത്താൻ അവിശ്വാസം കടത്തിവിടുന്നത്. യൂദ യേശു കർത്താവിൻ്റെ കൂടെ നടന്ന നല്ലൊരു ശിഷ്യനായിരുന്നു. യേശു കർത്താവ് സാമ്പത്തികമൊക്കെ അവനെ ഏൽപ്പിച്ചു. പക്ഷേ അവൻ്റെ മനസ്സാകുന്ന പോർക്കളത്തിലേക്ക് സാത്താൻ വിത്ത് വിതച്ചപ്പോൾ ആ വിത്തിൽ അവൻ പരാജയപ്പെട്ടു പോകുവാനിടയായി തീർന്നു.
പത്രോസ് യേശു കർത്താവിൻ്റെ കൂടെ നടന്ന നല്ലൊരു ശിഷ്യനായിരുന്നു. പത്രോസിൻ്റെ മനസ്സിലേക്ക് ഒരാശയം കൊണ്ടുവരികയാണ് പിശാച്, ആ മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് പറയുകയാണ്, കർത്താവ് പറയും ഞാൻ മരിക്കാൻ പോകുമെന്ന് പറയുമ്പോൾ പത്രോസ് പറഞ്ഞു, വേണ്ട, ഞാൻ നിനക്ക് പകരം മരിച്ചോളാം. മനസ്സിലാകുന്നോ? അപ്പോൾ നമ്മളെ തകർക്കുവാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇടമാണ് നമ്മുടെ മനസ്സ്. അതുകൊണ്ട് നമ്മുടെ പോർക്കളം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ്. ആ പോർക്കളമാകുന്ന മനസ്സിൽ നിന്നുകൊണ്ട് നമ്മൾ ജയിക്കുവാനായിട്ട് ഇടയായിട്ട് തീരണം. ഈ പോർക്കളമാകുന്ന മനസ്സിലാണ് ഏറ്റവും കൂടുതൽ തിന്മ പിശാച് വിതച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മതങ്ങളെടുത്ത് പരിശോധിച്ച് നോക്ക്, രാഷ്ട്രീയ പാർട്ടികളെടുത്ത് പരിശോധിച്ച് നോക്ക്, ക്യാമ്പസുകളിൽ നടക്കുന്ന യുവാക്കന്മാരെ അവരുടെ പാർട്ടിയിലേക്ക് മതങ്ങളിലേക്കൊക്കെ ചേർക്കുവാൻ നടക്കുന്ന ക്രൂസേഡുകളെടുത്ത് പരിശോധിച്ച് നോക്ക്. അവിടെ എല്ലാം നടക്കുന്നത് ഈ മനസ്സിനെ എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാം, എങ്ങനെ തെറ്റിക്കാം. ശരിയായി നടക്കുന്നൊരു വിശ്വാസിയെ എങ്ങനെയാണ് മാനിപ്പുലേറ്റ് ചെയ്ത് തെറ്റിച്ച് അവൻ്റെ പാതയിലേക്ക് നയിക്കാനായിട്ട് ശ്രമിപ്പിക്കുന്നത്, അതാണ് യഥാർത്ഥത്തിലുള്ള പോർക്കളം. അപ്പോൾ എൻ്റെ മനസ്സാകുന്ന പോർക്കളത്തെ ശരിയായ നിലനിർത്തുവാൻ എനിക്ക് ആയുധങ്ങൾ കൂടിയേ തീരത്തുള്ളൂ. അപ്പം ഞാൻ ആ ഭാഗം ഇങ്ങനെ പറഞ്ഞു നിർത്തുന്നു. 2 കൊരിന്ത്യർ 4-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ഈ ലോകത്തിൻ്റെ പ്രഭു അവിശ്വാസികളുടെ കണ്ണ് കുരുടാക്കിയിരിക്കുക. ഈ വിശ്വാസത്തിലേക്ക് വരാതെ, ഈ പോർക്കളത്തിലേക്ക് ഇറങ്ങി പോരാടുവാൻ മനസ്സ് കാണിക്കാതെ, ഈ പോർക്കളത്തിൽ തോറ്റ് തുന്നം പാടി അവരുടെ മനസ്സിനെ തകർത്ത് അവരെ ഈ ലോകത്തിൻ്റെ ഇമ്പപ്രകാരം ജീവിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി നമ്മുടെ ഭാഗത്തിലേക്ക് മടങ്ങി വരാം. നമുക്ക് നമ്മുടെ ആയുധങ്ങളിലേക്കൊന്ന് പോകാം. പോർക്കളത്തിലെ ആയുധങ്ങൾ, 2 രീതിയിലുള്ള ആയുധങ്ങളാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്. ശ്രദ്ധിക്കണം, 2 രീതിയിലുള്ള ആയുധങ്ങൾ. നമ്മുടെ ക്ലാസ് നമ്മുടെ സമയത്തിനുള്ളിൽ എവിടെയാണോ തീരുന്നത് അപ്പോഴും നിർത്തും. എന്നിട്ട് നമുക്ക് ബാക്കി നാളെ കണ്ടിന്യൂ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ പോർക്കളത്തിലെ ആയുധങ്ങൾ എന്ന് പറയുന്നത് 2 തരത്തിലുള്ള ആയുധങ്ങൾ. ഒരു യുദ്ധം നിങ്ങളൊന്നെടുത്ത് പരിശോധിക്കണം. യുദ്ധത്തിൽ എങ്ങനെയൊക്കെയുള്ള ആയുധങ്ങളുണ്ട് മക്കളെ? എങ്ങനെയൊക്കെയുള്ള ആയുധമുണ്ട് യുദ്ധത്തിൽ? സാധാരണ യുദ്ധ വാർത്തയൊക്കെ കേൾക്കാറുണ്ടല്ലോ. യുദ്ധത്തിൽ എങ്ങനെയൊക്കെയുള്ള ആയുധങ്ങളുണ്ട് പറഞ്ഞാട്ടെ? ഉറക്കപ്പറ. പീരങ്കി, പിന്നെ തോക്ക്. ഇവിടെ ആരാ പറഞ്ഞെന്തുവാ? ഗൺ. ഓക്കെ. പിന്നെ ഗ്രനേഡ്. എൻ്റെ പൊന്നോ, നമ്മളെക്കാട്ടി മുകളിലാണ്. അടുത്ത് പറ, എന്തു സാധനം? കുഴിബോംബ്. എൻ്റെ പൊന്നോ, നമുക്കൊരു അറിഞ്ഞിടാത്ത സാധനങ്ങളാണ്. അടുത്ത് പൊട്ടാസാ? വാള്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള ആയുധങ്ങൾ നമുക്കുണ്ട്. അതെല്ലാം നമുക്കറിയാം. നിങ്ങൾ പറഞ്ഞ ആയുധങ്ങളെല്ലാം ഒന്നെടുത്ത് ശ്രദ്ധിച്ച് നോക്കിയേ. 2 തരത്തിലുള്ള ആയുധങ്ങളാണ് സാധാരണ യുദ്ധക്കളത്തിലുള്ളത്. ഒന്ന് ഡിഫെൻസീവ് വെപ്പൺസ് എന്ന് പറയും, മറ്റൊന്ന് ഒഫെൻസീവ് വെപ്പൺസ് എന്ന് പറയും. നിങ്ങൾ പറഞ്ഞ ആയുധങ്ങളെല്ലാം ഏത് തലത്തിൽപ്പെട്ട ആയുധങ്ങളാണ്? ഡിഫെൻസീവ് ആണോ ഒഫെൻസീവ് ആണോ? ഡിഫെൻസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി, മലയാളത്തിൽ പ്രതിരോധത്തിനുള്ള ആയുധങ്ങളെന്ന് പറയാം. പ്രതിരോധത്തിന്, നിങ്ങളൊരു ബോംബ് ഇട്ട് കഴിഞ്ഞാൽ എനിക്കൊന്നും പറ്റാതെ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അതാണ് ഡിഫെൻസീവ് വെപ്പൺസ്. മറ്റതെന്ന് പറഞ്ഞാൽ ഒഫെൻസീവ് വെപ്പനാണ്, ആക്രമിച്ച് അവനെ എങ്ങനെയെങ്കിലും നശിപ്പിച്ച് ജയം നേടുന്ന വെപ്പൺസ്, അതായത് ആക്രമണത്തിനായുള്ള ആയുധങ്ങൾ. ഇപ്പം നിങ്ങൾ പറഞ്ഞ ആയുധങ്ങളൊക്കെ എങ്ങനെയുള്ള ആയുധങ്ങളാണ്? ഒഫെൻസീവ് ആണോ ഡിഫെൻസീവ് ആണോ? ഒഫെൻസീവ്. ബൈബിൾ പറയുന്ന ആയുധങ്ങൾ എങ്ങനെയുള്ളതാ? എങ്ങനെയുള്ള ആയുധങ്ങളാണ്? നിങ്ങൾ സർവായുധം, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞത് ഈ ആയുധങ്ങൾ എന്ന് പറയുമ്പോൾ സർവായുധ വർഗം എന്നാണല്ലോ പറഞ്ഞത്. അങ്ങനെ സർവായുധ വർഗമാണ് ധരിക്കുന്നതെങ്കിൽ സർവായുധ വർഗം ഏത് കാറ്റഗറിയിൽ പെടും? ഒഫെൻസീവ് പെടുവോ ഡിഫെൻസീവ് പെടുവോ? പ്രതിരോധത്തിനുള്ള ആയുധമാണോ സർവായുധ വർഗം, അതോ ആക്രമണത്തിനായുള്ള ആയുധമാണോ സർവായുധ വർഗം? പ്രതിരോധത്തിനുള്ള ആയുധമാണ്. എന്നാൽ ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കുന്നതല്ല, ആക്രമണത്തിനുള്ള ആയുധമാണ്. നമുക്കെല്ലാവർക്കും താല്പര്യം അടിച്ചു തോൽപ്പിക്കാൻ. അതുകൊണ്ടാണ് നിങ്ങൾ ഈ ബോംബുകളെക്കുറിച്ച് പറഞ്ഞത്. ഒരാൾ പോലും പ്രതിരോധിക്കാനുള്ള എന്തെങ്കിലും പറഞ്ഞോ? പട്ടാളക്കാർ ചാക്ക് കെട്ടി ഇങ്ങനെ ഇട്ടിട്ട് ചാക്കിൻ്റെ ഇടയിൽ നിന്നാണ് ബോംബിടുന്നത്. ആ ചാക്ക് അവരുടെ പ്രതിരോധമാണ്, അല്ലേ? അവരെ അടിക്കുന്ന മറ്റിടത്ത് നിന്ന് വരുന്ന ഉണ്ടകൾ ഇവരെ നെഞ്ചത്ത് കയറാതിരിക്കാൻ ആ ചാക്കിൻ്റെ ബാക്കിൽ നിന്നാണ് ഇവർ യുദ്ധം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞതെല്ലാം ആക്രമണത്തിൻ്റെ വെപ്പൺസാണ്, ഉപകരണങ്ങളാണ്, ആയുധങ്ങളാണ്. നമ്മുടെ ആഗ്രഹം അതാണ്, എങ്ങനെയും മറ്റുള്ളവനെ അടിച്ച് തോൽപ്പിക്കണം. അതാണ് നമ്മുടെ ആഗ്രഹം. പക്ഷെ നമ്മൾ തോൽപ്പിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിശാചിനെ തോൽപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം ആരെ തോൽപ്പിക്കണം? പിശാചിനെ തോൽപ്പിക്കണം. അതിന് ഈ ഡിഫെൻസീവ് വെപ്പൺസും കൊണ്ട് നടന്നാൽ പറ്റൂല. അവൻ്റെ മടയിൽ പോയി അവനെ ആക്രമിക്കണം. അതിന് ധൈര്യമുണ്ടോ? അതത്ര ഈസി അല്ല. മനസ്സിലാകുന്നുണ്ടോ? അതത്ര
ഈസിയല്ല. സാധാരണ ഇതാരും പ്രസംഗിക്കില്ല. കഴിഞ്ഞ ദിവസം ഞാനിതിങ്ങനെ ഈ വിഷയത്തെക്കുറിച്ച് ഒരാൾ എന്നിങ്ങനെ വിളിച്ച് ചോദിച്ചപ്പോൾ ഇങ്ങനെ വിഷയമൊക്കെ പറഞ്ഞെന്നോ പറഞ്ഞു, സാത്താനോട് കൈകാര്യം ചെയ്യുന്നത് വളരെ സൂക്ഷിച്ചു വേണം, അടിക്കും. ഇതങ്ങനെ ആരും നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? അങ്ങനെ പ്രസംഗിക്കില്ല. നമ്മൾ പ്രത്യാശയെക്കുറിച്ചും പിന്നെ രോഗസൗഖ്യത്തിനെക്കുറിച്ചും വിടുതലിനെക്കുറിച്ചൊക്കെയാണ് പ്രസംഗിക്കുന്നത്. പക്ഷേ ഇവനെ തോപ്പിച്ചില്ല എങ്കിൽ നമ്മുടെ വിശ്വാസ ജീവിതം മുൻപോട്ട് പോകും. നമ്മുടെ തലമുറകൾ, അടുത്തൊരു തലമുറ ഇവിടെ സുവിശേഷം പങ്കുവയ്ക്കാൻ കാണില്ല. അടുത്തൊരു തലമുറ സുവിശേഷത്തിന് വേണ്ടി നിലനിൽക്കാൻ കാണില്ല. അടുത്തൊരു തലമുറ സുവിശേഷത്തിന് വേണ്ടി ഈ പുസ്തകവുമായി മുൻപോട്ട് പോകാൻ കാണില്ല. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? അവനെ പ്രൊട്ടക്റ്റ് ചെയ്ത് പോവുകയല്ല, അവൻ എന്നെ ഒന്നും ചെയ്യരുതേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചെണീക്കുകയല്ല, അവനെ തോൽപ്പിക്കണം എന്ന ചിന്താഗതിയോടുകൂടെ പോകുവാനിടയാടുന്നത്. ലോകചരിത്രത്തിൽ ഏതൊക്കെ യുദ്ധം നിങ്ങളെടുത്ത് പരിശോധിച്ചിട്ടുണ്ടോ, ആ യുദ്ധം എല്ലാം ജയിച്ചത് എങ്ങനെയെന്നറിയാമോ? ഡിഫെൻസീവ് വെപ്പൺസ് കൊണ്ടല്ല. യുദ്ധങ്ങളെല്ലാം ജയിച്ചത് ഈ ആക്രമണ വെപ്പൺ ഉള്ളത് കൊണ്ടാണ്. മനസ്സിലാകുന്നോ? ലോകത്തുള്ള എല്ലാ യുദ്ധങ്ങളും പ്രതിരോധ ശക്തികളായി തീർന്നത് അല്ലെങ്കിൽ ജയിച്ച് മുന്നേറിയതിന് കാരണം പ്രതിരോധത്തിനുള്ള വെപ്പൺ ആയുധങ്ങൾ അവർക്കുള്ളത് കൊണ്ടല്ല. അവരെല്ലാം ജയിച്ചതിന് കാരണം അവർക്ക് ആക്രമിക്കുവാനുള്ള ആയുധങ്ങൾ ഉണ്ടായി എന്നുള്ളത് കൊണ്ടാണ്. ആക്രമിച്ചെങ്കിൽ മാത്രമേ ജയിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് പിശാചിനെ ആക്രമിച്ച് തോപ്പിക്കണം. ഈ ക്ലാസ്സിൽ നിന്ന് ഒരാളെങ്കിലും അങ്ങനെ, ദൈവമേ ഇനി മുതൽ പിശാചിനെ നമ്മൾ ആക്രമിക്കണം എന്ന ചിന്തയോടുകൂടെ മടങ്ങിപ്പോകാൻ ഇടയായിട്ട് തീർന്നാൽ മതി, നമ്മൾ ജയിച്ചു. നമ്മളെല്ലാവരും അവൻ ആ വഴിക്ക് വെക്കോട്ടെ, നമ്മളെ ശല്യം ചേരുന്നാൽ മതി എന്നൊരു ചിന്തയാണ്. അതിനുവേണ്ടി നമ്മൾ ഡെയിലി ബൈബിൾ വായിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, നമ്മൾ വിശുദ്ധ ജീവൻ നയിക്കുന്ന എല്ലാം ചെയ്യുന്നു. കാരണം അവൻ നമ്മുടെ അടുക്കിലേക്ക് വരാൻ പാടില്ല എന്ന ചിന്തയിൽ. പക്ഷേ അവനെ എങ്ങനെ നമുക്ക് തോൽപ്പിക്കാൻ പറ്റും? അവൻ നമ്മുടെ മേൽ ദൃഷ്ടി പതിപ്പിക്കാതിരിക്കാൻ എങ്ങനെ നമുക്ക് തോൽപ്പിക്കാൻ പറ്റും? സാത്താൻ്റെ രാജ്യം തകർക്കണം, അതിന് ആത്മീകമായ ആയുധങ്ങൾ ദൈവവചനം നൽകുന്നുണ്ട്. ആ ആത്മീകമായ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട്, ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, ആയുധങ്ങൾ ഓരോ ദിവസവും നമ്മുടെ പ്രവർത്തന തലത്തിൽ കൊണ്ടുവന്ന് സാത്താനെ നമ്മൾ തോൽപ്പിക്കുവാനായിട്ട് ഇറങ്ങി പുറപ്പെടണം. അത് ഒരാൾ വിചാരിച്ചാൽ നടക്കില്ല. അതിന് നമ്മൾ ഒരുമിച്ച് നിൽക്കണം. അങ്ങനെ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഈ സാത്താനെ തോൽപ്പിക്കുവാനായിട്ട് സാധിക്കും. ഒരു ഫ്രഞ്ച് പട്ടാള മേധാവിയോട് ഒരിക്കൽ ഒരാൾ ചോദിച്ചു, ഒരു യുദ്ധത്തിൽ സൈന്യം ജയിക്കുവാൻ എന്താണ് ചെയ്യേണ്ടത്? അദ്ദേഹത്തോട് ചോദിച്ചു, ഒരു യുദ്ധത്തിൽ എന്ത് ചെയ്തിട്ടാണ് സൈന്യം ജയിക്കുന്നത് എന്ന് ചോദിച്ചു. അതായത് അദ്ദേഹം കുറേ യുദ്ധങ്ങൾ നടത്തിയ ആളാണ്, അദ്ദേഹം കുറേ യുദ്ധങ്ങൾ ജയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തോട് ചോദിക്കുക, ഒരു യുദ്ധം ജയിക്കുന്നതിന് എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്, എതിരാളി ഏത് ഭാഗത്താണ് ആക്രമണം അഴിച്ചുവിടാൻ പോകുന്നതെന്ന് മനസ്സിലാക്കി എതിരാളി ഇങ്ങോട്ട് ആക്രമിക്കുന്നതിന് മുമ്പ് അങ്ങോട്ട് ആക്രമിക്കുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാകുന്നത്? ജയം ഉണ്ടാകുന്നത്. മനസ്സിലാകുന്നുണ്ടോ? എതിരാളി നമ്മെ തോൽപ്പിക്കാനായിട്ട് സാധിക്കും. എൻ്റെ കുഞ്ഞിലൂടെയോ, എൻ്റെ ഭാര്യയിലൂടെയോ, എൻ്റെ സഭയിലൂടെയോ, വിശ്വാസികളിലൂടെയോ എൻ്റെ ആത്മീയ ജീവിതത്തെ തോൽപ്പിക്കാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അവൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് അവനെ അങ്ങോട്ട് ആക്രമിക്കുമ്പോഴാണ് നമുക്ക് ജയം നേടാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ കാര്യങ്ങളെ മുൻകൂട്ടി കണ്ട് ആയുധം ഉപയോഗിക്കുന്ന സൈന്യത്തിന് മാത്രമേ ജയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, കാര്യങ്ങൾ മുൻകൂട്ടി കണ്ട് ആയുധം പ്രയോഗിക്കുന്ന സൈന്യത്തിന് മാത്രമേ ജയിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെയെങ്കിൽ ക്രിസ്ത്യൻ പോർക്കളത്തിൽ നാം എപ്പോഴും ആക്രമണ ആയുധങ്ങൾ ഉപയോഗിക്കേണ്ടവരാണ്. അയ്യോ ഞായറാഴ്ച ഉപയോഗിക്കാം, അല്ലെങ്കിൽ ശനിയാഴ്ച ഉപയോഗിക്കാം, വെള്ളിയാഴ്ച ഉപയോഗിക്കാം, അല്ലെങ്കിൽ ബുധനാഴ്ച ഉപയോഗിക്കാം, അങ്ങനെയല്ല. എല്ലാ ദിവസവും എല്ലാ സമയത്തും ഈ ആയുധം നമ്മൾ ഉപയോഗിച്ചേ മതിയാവുകയുള്ളൂ. അവസരം വരുമ്പോൾ ഉപയോഗിക്കുകയല്ല, എല്ലായ്പ്പോഴും ഉപയോഗിക്കണം. എങ്ങനെയെങ്കിലുമൊക്കെ ഉപയോഗിക്കുകയല്ല, ദൈവവചനം പറയുന്നത് പോലെ ഉപയോഗിക്കണം. യേശു കർത്താവ് ആദ്യമായിട്ട് സഭയെക്കുറിച്ച് പറയുകയാണേ. യേശു കർത്താവ് ആദ്യമായിട്ട് സഭയെക്കുറിച്ച് എവിടെ പറഞ്ഞേ? ഏത് ഭാഗത്താണ് പറഞ്ഞത്? അതിനെ ഏത് ഭാഗത്താണ് പറഞ്ഞത്? മത്തായി സുവിശേഷം സഭയെക്കുറിച്ച് പറയുന്നത്. മത്തായി സുവിശേഷം 16-ാം അധ്യായം, ഇനി 16-ാം അധ്യായം 18-ാമത്തെ വാക്യം ഒന്നെടുക്കേ, പെട്ടെന്നൊന്ന് വായിക്കാം. യേശു കർത്താവ് പറയുന്ന ശ്രദ്ധിച്ചോ. യേശു കർത്താവ് പറയുകയാണ്, നീ പത്രോസാകുന്നു ഈ പാറമേൽ, ക്രിസ്തു ആകുന്ന പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. എന്നിട്ട് പറയുന്നത് എന്താ? എന്തിനാ പാതാള ഗോപുരം കർത്താവ് അവിടെ പറഞ്ഞത്? കാരണം എപ്പോഴും ഈ കോൺഫ്ലിക്റ്റ് ഉണ്ട്, എപ്പോഴും ഈ യുദ്ധമുണ്ട്, എപ്പോഴും ഈ പോരാട്ടമുണ്ട്. ആ പോരാട്ടം ജഡികമല്ല, ആ പോരാട്ടം ആത്മീകമാണ്.
പാതാള ഗോപുരങ്ങൾ എന്ന പദത്തിന് യഥാർത്ഥത്തിൽ അവിടെ പറയേണ്ടത് ഗോപുരങ്ങൾ എന്നല്ല പറയേണ്ടത്, പാതാള വാതിലുകൾ എന്നാണ് അവിടെ പറയേണ്ടത്. പാതാള വാതിലുകൾ, ദ ഗേറ്റ്സ് ഓഫ് ഹെയ്ഡീസ് എന്നാണ് പറയേണ്ടത്. ഹെയ്ഡീസ് എന്ന ഗ്രീക്ക് വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹെയ്ഡീസ് എന്ന ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് പാതാളമാണ്. ഗേറ്റ്സ് ആണ്, ഗോപുരമെന്നല്ല, കെട്ടിടമെന്നല്ല പറയുന്നത്, ഗേറ്റ്സ് എന്ന ആശയമാണ്. എന്തിനാണ് ഗേറ്റ്സ് എന്ന വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്? അതായത് ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള വാതിലുകൾ അതിനെ ജയിക്കുകയില്ല എന്നാണ് യഥാർത്ഥ ട്രാൻസ്ലേഷൻ. അങ്ങനെയാണ് വരേണ്ടത്. അതെന്തിനാണ് അങ്ങനെ പറയുന്നത്? ഈ വാതിലിന് വല്ല പ്രത്യേകതയുണ്ടോ? പാതാള വാതിലിന് എന്താണ് പ്രത്യേകത? അല്ലെങ്കിൽ പട്ടണത്തിൻ്റെ മുമ്പിലുള്ള വാതിലിന് എന്താണ് പ്രത്യേകത? എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? യെരുശലേം ദേവാലയത്തിൽ, യെരുശലേം മതിലിൻ്റെ ചുറ്റും വാതിലുകളുണ്ട്. അതിനൊരു പ്രധാനപ്പെട്ട വാതിലുണ്ട്. ആ വാതിലിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഉണ്ട്, പ്രത്യേകതയുണ്ട്. ഈ പട്ടണത്തിലേക്ക് പ്രവേശിക്കുന്ന വാതിലിന് വളരെ വലിയ പ്രത്യേകതയുണ്ട്. ബൈബിൾ പറയുന്നു. ഒരു പ്രത്യേകത ഒന്ന് വായിച്ചിട്ട് വരാം. സദൃശവാക്യങ്ങൾ എന്നെടുത്താട്ടെ. സദൃശവാക്യങ്ങൾ 31-ാം അധ്യായം 23-ാമത്തെ വാക്യം. ഒന്നുകൂടെ ഉറക്കെ. അതായത് മൂപ്പന്മാരിയ്ക്കുന്ന സ്ഥലമാണ് എവിടെ? ഈ പട്ടണവാതിക്കൽ. ഈ പട്ടണവാതിക്കലിൻ്റെ പ്രത്യേകതയുണ്ട്. മൂപ്പന്മാരിയ്ക്കുന്നിടം മാത്രമല്ല, ഈ പട്ടണത്തിലെ പ്രധാന കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഇവിടെ നിന്നാണ്. മനസ്സിലായെന്നോ? ഈ പട്ടണത്തിലുള്ള പ്രധാന കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുന്നത് ഇവിടെ നിന്നാണ്. ഒരു സൈന്യം വരുമ്പോൾ ആ സൈന്യത്തെ തോൽപ്പിച്ചു വിടേണ്ടത് ഈ പട്ടണവാതിക്കൽ വെച്ചാണ്. ഈ പട്ടണവാതിക്കുന്ന അകത്തോടൊരു സൈന്യം കയറി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് യുദ്ധം അധികമായിട്ട് ചെയ്യേണ്ടതായിട്ട് വരും. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഇതേ ആശയത്തെ നിലനിർത്തിക്കൊണ്ട് ഈ പട്ടാളത്തെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ യെശയ്യാവ് പറയുന്നുണ്ട്. 28-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം. അവിടെ അത് വായിക്കേണ്ട, വേണമെങ്കിൽ എഴുതി വെച്ചോളൂ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 28-6. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: പട്ടണവാതിക്കൽ വെച്ച് പടയെ മടക്കിക്കളയുക എന്നാണ്. അതായത് പട്ടണത്തിനകത്തേക്ക് പടയെ കയറ്റാതെ പട്ടണവാതിൽക്ക് വെച്ച് ഈ പടയെ എന്ത് ചെയ്യണം? മടക്കിക്കളയണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നന്നായി ജീവിക്കാനായിട്ട്, സ്വൈര്യമായി ജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി നമ്മുടെ ഭാഗത്തേക്ക് വരാം. മത്തായി സുവിശേഷം 16-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ യേശു കർത്താവ് പറയുകയാണ്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള വാതിലുകൾ ഇതിനെ ജയിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ വലിയൊരു കോൺഫ്ലിക്റ്റ്, വലിയൊരു പോരാട്ടമുണ്ട്. ഈ ദൈവസഭയുടെ പണിയോടുള്ള ബന്ധത്തിൽ വലിയൊരു പോരാട്ടമുണ്ട്. ഈ പോരാട്ടം ജയിച്ചെങ്കിൽ മാത്രമേ സഭയുടെ പണി സുതാര്യമായിട്ട് നടക്കത്തുള്ളൂ. ഈ പോരാട്ടം ജയിക്കുന്നില്ല എങ്കിൽ സഭയുടെ പണിക്ക് പ്രശ്നമുണ്ടാകും. മനസ്സിലാവുന്നുണ്ടോ? അതായത് രണ്ട് കാര്യങ്ങൾ ഒരേ സമയത്ത് ഇവിടെ നടക്കണം. പണിയും നടക്കണം, ഈ പോരാട്ടവും നടക്കണം. പോരാട്ടമില്ലാത്ത പണികൾ ശരിയായ പണികളായിത്തീരില്ല, പണികളില്ലാത്ത പോരാട്ടവും ശരിയായ പോരാട്ടമായിത്തീരില്ല. അപ്പോൾ ദൈവസഭയെ സംബന്ധിച്ചിടത്തോളം യേശു കർത്താവ് പറഞ്ഞു വരുമ്പോൾ ഈ പോരാട്ടത്തിന് യേശു കർത്താവ് ഇത്ര വലിയ പ്രാധാന്യത കൊടുക്കുന്നെങ്കിൽ ആ സഭയിലുള്ള വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇതെത്രയോ വലിയ പ്രാധാന്യതയുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. യേശു കർത്താവ് പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്കറിയാം, നമ്മളെ പ്രതിദാനം ചെയ്താണ് യേശു കർത്താവ് ഭൂമിയിലേക്ക് വന്നത്. യേശു കർത്താവ് മരിച്ചത് നമുക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ പാപത്തിന് വേണ്ടിയിട്ടാണ്, അല്ലേ? യേശു കർത്താവ് അടിയേറ്റത്, വേദനയേറ്റത് യേശു കർത്താവ് നമുക്ക് വേണ്ടിയിട്ടാണ്. യേശു കർത്താവ് അവസാനം ക്രൂശിൽ ജയം നേടിയെന്നാണോ പറയേണ്ടത്, അതോ ജയോത്സവം കൊണ്ടാടിയെന്നാണോ നമ്മൾ പറയുന്നത്? എന്താ ഈ ജയോത്സവത്തിൻ്റെയും ജയത്തിൻ്റെയും പ്രത്യേകത? എന്താ പ്രത്യേകത? ജയത്തിൻ്റെ പ്രത്യേകത എന്താ? ജയം എന്ന് പറഞ്ഞാൽ വിക്ടറി എന്ന് പറയും. വിക്ടറിയുടെ പ്രത്യേകത ജയിക്കേണ്ടത് ആരാ? തോറ്റവനാണ് ജയിക്കേണ്ടത്. യേശു കർത്താവ് ജയിക്കേണ്ട ആവശ്യമുണ്ടോ? കാരണം എന്നാ? യേശു കർത്താവ് തോറ്റിട്ടില്ല. യേശു കർത്താവ് വിക്ടറി നേടി എന്നല്ല പറയുന്നത്. കൊലോസ് ലേഖനം ഒന്നെടുക്കാം. കൊലോസ് ലേഖനം 3-ാമത്തെ അധ്യായം 2-ാം അധ്യായം. കൊലോസ് ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം. ശ്രദ്ധിക്കണേ, നമ്മുടെ ആദ്യത്തെ വാക്യം മറന്നു പോരുത്. എഫെസ്യ ലേഖനം 6-ാം അധ്യായം 12-ാമത്തെ വാക്യം ഇതിനോട് ചേർത്ത് വായിക്കണം. വാഴ്ചകളും അധികാരങ്ങളെയും കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. വായിച്ച 6:12 ഈ വാക്യം കളയരുതേ. ഈ വാക്യം കൂടെ ഒന്ന് വായിക്കണം ഇതിനോട് ചേർത്ത് തന്നെ. അതെ, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോകത്തിലെ അധിപതിയായ സ്വർലോകങ്ങളുടെ ദുഷ്ടാത്മസേനയോടും അത്രേ. കൊലോസ് ലേഖനം 3-ാമത്തെ 2-ാമത്തെ അധ്യായത്തിൽ
യേശു കർത്താവിൻ്റെ വിജയത്തെക്കുറിച്ച് പറയുമ്പോൾ യേശു കർത്താവ് ആരുടെ മേൽ ജയോത്സവം കൊണ്ടാടി എന്നാണ് പറയുന്നത്? വാഴ്ചകളോടും അധികാരങ്ങളോടും ആ വാഴ്ചകൾ. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച്. അപ്പോൾ ഈ വാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ആരാ? നേരത്തെ ഞാൻ പറഞ്ഞ അർക്കായി. ഈ അധികാരികൾ ആരാണ്? മനസ്സിലാകുന്നുണ്ടോ? എക്സൂസിയ എന്ന് പറഞ്ഞ ആൾക്കാർ. അപ്പോൾ ഇവരെ ഓൾറെഡി യേശു കർത്താവ് ഇവരുടെ മേൽ എന്ത് കൊണ്ടാടി? ജയോത്സവം കൊണ്ടാടി. യേശു കർത്താവ് ജയിച്ചു എന്നല്ല പറയുന്നത്, യേശു കർത്താവ് ജയോത്സവം കൊണ്ടാടി. അതായത് ഇംഗ്ലീഷിൽ അവിടെ പറഞ്ഞിരിക്കുന്ന ട്രയംപ് എന്ന വാക്കാണ്. ഒരു രാജ്യത്തോട് തോൽപ്പിച്ചിട്ട് വരുമ്പോൾ ആ തോൽപ്പിച്ചു വരുന്ന രാജ്യത്തിൻ്റെ മുമ്പാകെ ഒരു ആൾ മുൻപോട്ട് വന്നിട്ട് പറയും, വിജയപേരി മുഴക്കും, ഞങ്ങളുടെ രാജ്യം ജയിച്ചു, ഞങ്ങളുടെ രാജ്യം വിജയിച്ചു എന്ന് പറഞ്ഞൊരു കാഹളധ്വനി, ഒരു വലിയ ഒരു ട്രയംബൽ വിക്ടോറിയൽ വാക്ക് അദ്ദേഹം പറയും. ഞങ്ങൾ ഈ ശത്രുക്കളെയെല്ലാം തോൽപ്പിച്ച് ഞങ്ങൾ വിജയഭേരി മുഴക്കി വരുന്നു എന്ന ആശയത്തോട് പറയുന്ന ട്രയംബ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. യേശു കർത്താവ് ജയിക്കേണ്ടവനല്ല, കാരണം യേശു കർത്താവ് തോറ്റവനല്ല. യേശു കർത്താവ് ജയാളിയാണ്. ഏത് സമയത്തും യേശു കർത്താവ് ജയാളിയാണ്. പിന്നെ യേശു കർത്താവ് എന്തിനാണ് ഈ വേഷം ധരിച്ചത്? നമുക്ക് വേണ്ടിയിട്ടാണ്. യേശു കർത്താവ് എന്തിനാണ് അടിയേറ്റത്? നമുക്ക് വേണ്ടിയിട്ടാണ്. യേശു കർത്താവ് എന്തിനാണ് വേദന അനുഭവിച്ചത്? നമുക്ക് വേണ്ടിയിട്ടാണ്. യേശു കർത്താവ് എന്തിനാ മരിച്ചത്? നമുക്ക് വേണ്ടിയിട്ടാണ്. യേശു കർത്താവ് ഇതൊക്കെ ചെയ്തിട്ട് യേശു കർത്താവ് ഈ നമ്മുടെ മേൽ അധികാരികളായി തീരാൻ സാധ്യതയുള്ള, നമ്മുടെ മേൽ അധികാരികളായി തീരുവാൻ, നമ്മളെ തെറ്റായ തിന്മയിലേക്ക് നയിക്കുവാൻ സാധ്യതയുള്ള ഈ വാഴ്ചകളെയും അധികാരങ്ങളെയും യേശു കർത്താവ് എന്ത് ചെയ്തു? അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. ഒരു വാക്കുകൂടെ അവിടെയുണ്ട്, അവരെ ആയുധവർഗം വെപ്പിച്ചു എന്ന് പറഞ്ഞാൽ അവർക്കിപ്പോൾ എന്തില്ല? ഈ സൈന്യത്തിന് എന്തില്ല? ഈ ആയുധം ഇല്ലാത്തവന്മാരാണ് ഇത്രയും കിടന്ന് പ്രവർത്തിക്കുന്നത്. ആയുധം ഉണ്ടായിരുന്നെങ്കിലോ? അതായത് ഇപ്പോൾ നമ്മോട് പോരാടുന്ന ഈ പോരാളികൾക്ക് എന്തില്ല? ആയുധമില്ല. ആര് വെപ്പിച്ചു അതിനെ? യേശു കർത്താവ് വെപ്പിച്ചു. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ കൊലോസ്യ ലേഖനം 2-ാമത്തെ അധ്യായത്തിലും എഫെസ്യ ലേഖനത്തിൽ 6-ാമത്തെ അധ്യായത്തിലും പറയുന്ന ആശയം ഒരുമിച്ച് പറഞ്ഞാൽ വാഴ്ചകളെയും അധികാരങ്ങളെയും യേശു കർത്താവ് ഓൾറെഡി ആയുധവർഗം വെപ്പിച്ചു. യേശു കർത്താവ് ഓൾറെഡി ആയുധവർഗം വെപ്പിച്ചു. ഇനി ഇവർക്ക് ആയുധമില്ലാതെയാണ് ഇവർ പോരാടുന്നത്. ഇവർ ആയുധമില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇവർ പോരാടുന്നത് നമ്മുടെ മനസ്സിലാണ്. നമ്മുടെ കയ്യിലേയും കാലിലും വെട്ടിയെടുക്കുകയല്ല, ഇവർ നമ്മുടെ മനസ്സിലാണ്. എന്താ മനസ്സിൽ ചെയ്യുന്നത്? ഇവർ മനസ്സിൽ അവിശ്വാസത്തിൻ്റെയും അന്ധവിശ്വാസത്തിൻ്റെയും കാപട്യത്തിൻ്റെയും ആരാധനയ്ക്ക് പോകണ്ട എന്നുള്ളതും ആയ ദുർചിന്തകൾ, വ്യാഖ്യാനങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് കടത്തിവിട്ട് ദൈവത്തിൽ നമ്മളെ അകറ്റിക്കൊണ്ടു പോകാനേ ഇവർക്ക് പറ്റുന്നുള്ളൂ. വെട്ടി മാറ്റാൻ പറ്റില്ല. ആയുധം ഇല്ല. യേശു കർത്താവ് ആയുധവർഗം വെപ്പിച്ചു. എന്നിട്ട് യേശു കർത്താവ് ആയുധവർഗം വെപ്പിച്ചിട്ട് അവരുടെ മേൽ ജയാളിയാക്കി യേശു കർത്താവ് തീർന്നിട്ട് നമ്മളോട് യേശു കർത്താവ് പറയുന്നത് എന്താണെന്നറിയാമോ? നമ്മൾ യേശു കർത്താവിനെ പ്രതിദാനം ചെയ്യുന്നത് കൊണ്ട് നമ്മളോട് പറയുകയാണ്, നിങ്ങൾ ഈ ജയോത്സവം കൊണ്ടാടേണ്ട ആൾക്കാരാണ്. കൊരിന്ത്യലേഖനം എടുത്താട്ടെ 2-ാം അധ്യായം. കൊരിന്ത്യലേഖനം 2-ാം അധ്യായം, 2 കൊരിന്ത്യർ 2-ാം അധ്യായം. രണ്ട് കൊരിന്ത്യർ 2-ാം അധ്യായം 14-ാമത്തെ വാക്യം പെട്ടെന്ന് വായിക്കാം. അത് ഭയങ്കര, അത് പിശാചിനെ തോപ്പിക്കുന്ന ഒരു വാക്യമാണ്. അത് നല്ല ഗാംഭീര്യത്തോടുകൂടെ വായിച്ചാട്ടെ ഫെലിക്സേ. ക്രിസ്തുവിൽ ഞങ്ങളെ വല്ലപ്പോഴും ജയോത്സവം നടത്തുന്നതല്ല, ക്രിസ്തുവിൽ ഞങ്ങളെ, ദൈവത്തിന് സ്തോത്രം, എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് തോന്നുമ്പോഴൊക്കെ നമ്മളെ ജയോത്സവമായി നടത്തുകയല്ല, എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നമ്മളെ എന്തിനാ യേശു കർത്താവ് ജയിപ്പിച്ച് കൊണ്ടുവന്നത്? നമ്മളെ എന്തിനാ ഈ ജയോത്സവത്തിലേക്ക് കൊണ്ടുവന്നത്? എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കാനല്ല, എപ്പോഴും 2 ക്രിയകൾ, 2 ഒബ്ജക്റ്റീവ്സാണ് അവർ പറയുന്നത്. എപ്പോഴും ചെയ്യണം, എല്ലായിടത്തും ചെയ്യണം. എല്ലായിടത്തും എന്ത് ചെയ്യണം? ഈ ക്രിസ്തുവിൻ്റെ വാസന. അതായത് ക്രിസ്തു തോറ്റു തുന്നം പാടിയ ഒരാളല്ല. ക്രിസ്തു അയ്യോ രക്ഷ ഒരുക്കി ഇങ്ങനെയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഒരു വഴി ഒരുക്കി അങ്ങ് പോയ ആളല്ല. യേശു കർത്താവ് തോറ്റു തുന്നം പാടാതെ മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റിട്ട് യേശു ഈ വാഴ്ചകളുടെയും അധികാരങ്ങളുടെയും മേൽ ജയോത്സവം കൊണ്ടാടിയിട്ട് നമ്മോട് പറയുക, നമ്മൾ ആ ജയോത്സവത്തെ പേര് നടക്കേണ്ട വക്താക്കളാണ്. നമ്മൾ തോറ്റു തുന്നം പാടി ഇരിക്കേണ്ടവരല്ല. പിശാചിനെ കണ്ട് പിശാചിൻ്റെ കോട്ടയ്ക്കകത്ത് പോയി ഒളിച്ചിരിക്കേണ്ടവരല്ല. അവൻ്റെ മുമ്പാകെ വിജയഭേരി മുഴക്കി പോകേണ്ടവരാണ് നമ്മൾ. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ അങ്ങനെ പോകേണ്ടവരാണ്. അതെപ്പോഴൊക്കെ ചെയ്യണം? എപ്പോഴും ചെയ്യണം, എല്ലായിടത്തും ചെയ്യണം. നിങ്ങളൊരു പക്ഷേ ഹോസ്റ്റലിലായിരിക്കാം, അവിടെയും നിങ്ങൾ ഈ വാസന പരുത്തണം. നിങ്ങളൊരു പക്ഷേ സ്കൂളിലായിരിക്കാം,
അവിടെയും ഈ വാസന പരത്തണം. നിങ്ങൾ കുടുംബത്തിലായിരിക്കാം, അവിടെയും ഈ വാസന പരത്തണം. നിങ്ങൾ തൊഴിലുറപ്പ് സ്ഥലത്തായിരിക്കാം, അവിടെയും ഈ വാസന പരത്തണം. എല്ലായിടത്തും മനസ്സിലാകുന്നുണ്ടോ? എല്ലായിടത്തും പാപം ചെയ്യുവാൻ എപ്പോൾ വേണമെങ്കിലും നിങ്ങളെ ഇവൻ തോൽപ്പിക്കുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ബി റെഡി, എപ്പോഴും നിങ്ങൾ റെഡി ആയിരിക്കുക. എന്തിന്? ഈ പരിജ്ഞാനത്തിൻ്റെ വാസന പരത്തുവാൻ, വെളിപ്പെടുത്തുവാൻ നിങ്ങൾ റെഡിയായിരിക്കണം. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മെ സഹായിക്കട്ടെ. അങ്ങനെ ഈ ട്രയംഫ്, ഈ ജയധ്വനി നമ്മൾ പേര് നടക്കേണ്ടവരാണ്. ഇനി ഞാൻ ചോദിക്കട്ടെ, നമ്മൾ എത്രത്തോളം ഇത് ആസ്വദിച്ചിട്ടുണ്ട്? വിശ്വാസികളായി 10 വർഷമായിട്ടുണ്ടാകാം, 5 വർഷമായിട്ടുണ്ടാകാം, 21 വർഷമായിട്ടുണ്ടാകാം. ഞാനൊരു വിജയം വരിച്ചയാളാണെന്ന ചിന്തയോടുകൂടെ നമ്മൾ എത്ര നാൾ ജീവിച്ചിട്ടുണ്ട്? അയ്യോ അതുവഴി പോകണോ, അതുവഴി പോകാൻ പാടില്ല, അതിലെ മറ്റവൻ വരുന്ന സ്ഥലമാണ്, പോകാൻ പാടില്ല. നമുക്ക് പേടിയാണ് അല്ലേ? രാത്രിയിലൊന്ന് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നമുക്ക് പേടിയാണ്. കൂട്ടുകാരുടെ കൂടെ ഈ ക്രിസ്തുവിനെക്കുറിച്ച് പറയാൻ നമുക്ക് പേടിയാണ്. നമുക്ക് ക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ പേടിയാണ്. യേശു കർത്താവ് പറയുകയാണ്, നിങ്ങളെ ജയോത്സവമായി നിർത്തിയിരിക്കുക. നിങ്ങളെ ജയിപ്പിച്ച് നിർത്തിയിരിക്കുന്നതല്ല പറയുന്നത്, നിങ്ങളെ ജയോത്സവമായി, അതായത് ഒരു ട്രയംബൽ വിക്ടറിയാണ്. നിങ്ങൾ പിന്നെ തോറ്റു തുന്നം പാടിയിരുന്ന് നിങ്ങൾക്കിനി ജയിക്കുവാൻ സാധ്യതയില്ലാതിടത്ത് നിങ്ങളെ ജയോത്സവമായി നടത്തി. അതായത് യേശു കർത്താവ് ക്രൂശിൽ എന്താണോ വരിച്ചത് അതേ പ്രാധാന്യമുള്ള ജയോത്സവത്തിൻ്റെ വാസന നമുക്ക് നൽകിയിരിക്കുക. അതുകൊണ്ട് പ്രിയ സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുങ്ങളെ, പ്രിയ യുവ സഹോദരന്മാരെ, നമ്മൾ യേശുക്രിസ്തുവിൻ്റെ വാസന വെളിപ്പെടുത്തേണ്ടവരാണ്. അതിനെയാണ് പൗലോസ് പറയുന്നത്, നമ്മൾ ലോകത്തിൻ്റെ മുമ്പാകെ വായിക്കുന്ന വാർത്താ പത്രമാണ്. നമ്മൾ ലോകത്തിൻ്റെ മുമ്പാകെ പത്രങ്ങളാണ്. നമ്മെ വായിക്കുന്നവർ യേശു കർത്താവിനെ വായിച്ചെടുക്കുവാനിടയായിട്ട് തരണം. നമ്മൾ സാത്താൻ്റെ കോട്ടയെ തകർക്കുന്നവരാണെന്ന് സാത്താനും സാത്താൻ്റെ സേവകർക്കും മനബോധ്യമുണ്ടാകണം. നമ്മുടെ ജീവിതത്തിൽ ഈ സാത്താൻ്റെ പ്രവർത്തനങ്ങൾ നടക്കില്ല എന്ന ചിന്ത സാത്താനുണ്ടാകണം. ആ ബോധ്യമുണ്ടാകണമെങ്കിൽ നമുക്കാദ്യം ബോധ്യം ഉണ്ടാകണം, നമ്മൾ തോറ്റവരല്ല, നമ്മൾ ജയിച്ചവരാണ്. അങ്ങനെയുള്ളവരുടെ കൂടാരങ്ങളെക്കുറിച്ചാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, അവൻ്റെ കൂടാരത്തിലൊരു ബാധയും അടുക്കയില്ല. നമ്മളിന്നും പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ ഞാൻ ജയിച്ചോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മളിന്നും പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ പിശാച് എപ്പോൾ വേണമെങ്കിലും എന്നെ തോൽപ്പിക്കാം, എപ്പോൾ വേണമെങ്കിലും എന്നെ വീഴ്ത്തിക്കളയാം. പ്രിയമുള്ളവർ, നമ്മൾ ജയിച്ചവരാണ്. അവനിനി വീഴ്ത്താനുള്ള ഒരു ചാൻസ് നമ്മൾ കൊടുക്കാൻ പാടില്ല. അവനിനി എങ്ങനെ തോൽപ്പിക്കാമെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അവനിനി എങ്ങനെ നമ്മുടെ അടുക്കലേക്ക് വരാതെ അവനെ തോൽപ്പിച്ച്, അവനെ ആക്രമിച്ച് എങ്ങനെ തോൽപ്പിക്കാമെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ നമ്മളെപ്പോഴും എല്ലായിടത്തും യേശുക്രിസ്തുവിൻ്റെ വാസനയെ വെളിപ്പെടുത്തേണ്ടവരാണ്. അങ്ങനെ വെളിപ്പെടുത്തുന്ന നമുക്കുണ്ടാകേണ്ടുന്ന ആയുധങ്ങളിലേക്കാണ് നമ്മൾ ചിന്ത ഇനി കൊണ്ടുപോകുന്നത്. ഇത് ജഡികമായ ആയുധമല്ല, ഇത് ആത്മീകമായ ആയുധമാണ്. ഒന്നാമത്തെ ആയുധം നമുക്കറിയാം. എന്താണ് ഒന്നാമത്തെ ആയുധം? എന്തായിരിക്കും? നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് കേട്ടോ. നമ്മളെല്ലാവരും, ഇനി ഞാൻ പുതിയൊന്നുമല്ല കൊണ്ടുവരുന്നത്, നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. എന്തായിരിക്കും ഒന്നാമത്തെ ആയുധം? സർവ്വായുധവർഗം അല്ല, നമ്മൾ മാറ്റി അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. അതിനെക്കുറിച്ച് നമ്മൾ ഒരു പക്ഷേ പിന്നെ ചിന്തിക്കുമായിരിക്കും. ഒന്നാമത്തെ ആയുധം എന്ന് പറയുന്നത് എഫെസ്യ ലേഖനം 6-ാം അധ്യായം 18-ാമത്തെ വാക്യം. മതി. അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒന്നാമത്തെ ആയുധം. ഈ ആയുധം, ഇതെന്തുകൊണ്ട് ആയുധം എന്നുള്ളത് ഞാൻ പിന്നാലെ വിശദീകരിക്കും. അപ്പോൾ ഒന്നാമത്തെ ആയുധം എന്ന് പറയുന്നത് പ്രാർത്ഥനയാകുന്ന ആയുധം. അതായത് നമ്മൾ ചിന്തിക്കുന്നത് ജഡികമായ ആയുധമല്ല. എങ്ങനെയുള്ള ആയുധമാണ്? ആത്മീകമായ ആയുധമാണ്. ഈ ആത്മീകമായ ആയുധം അത് പ്രാർത്ഥനയാകുന്ന ആയുധമാണ്. ഇവിടെ എഫെസ്യ 6-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങളിൽ സർവായുധ വർഗത്തെക്കുറിച്ചാണ് പറയുന്നത്. എത്ര സർവായുധ വർഗമുണ്ട്? എത്രയുണ്ട്? ഒന്നെടുത്ത് എണ്ണി നോക്ക് പെട്ടെന്ന്. എനിക്കറിയാമെങ്കിലും നിങ്ങൾ പറയണമല്ലോ. ഒന്ന് എണ്ണി നോക്ക്. ചിലർ പറയുന്നുണ്ട് 2, ചിലർ പറയുന്നത് 3, ചിലർ 4. അങ്ങനെ വേണ്ട, നമ്മൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും, നമ്മുടെ മനസ്സിലെന്നും ഇരിക്കും. ഒന്ന് പെട്ടെന്ന് എണ്ണി നോക്കിയേ. എഫെസ്യ 6:13 മുതൽ പെട്ടെന്ന്. സുശേഷന്മാർക്കൊക്കെ അറിയാം. 6 ആണോ 7 ആണോ 8 ആണോ? എത്ര ഉണ്ട്? 7. എന്തൊക്കെയാണ് ഫെലിക്സ്? 7 എണ്ണം. ഒന്ന് എന്തോന്ന്?
പുതിയ എന്തൊരു സാധനം ഉണ്ടോ അവിടെ? സത്യം, അത് ഫുള്ള് പറ. സത്യം എന്നാ അരയ്ക്ക് സത്യം, നീതി എന്ന കവചം, സമാധാന സുവിശേഷത്തിനുള്ള ചെരുപ്പ്, വിശ്വാസം എന്ന പരിച, രക്ഷ എന്ന ശിരസ്ത്രം, ആത്മാവെന്ന വാള്, പിന്നെ അതായത് 6 സർവായുധ വർഗം. ചില ആൾക്കാർ പറയുന്നത് 6ആണ്, പക്ഷേ 6അല്ല. ഭൂരിഭാഗം വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് 7ാമത് പ്രാർത്ഥനയും യഥാർത്ഥത്തിലൊരു ആയുധമാണ്. ഈ 6 ഡിഫെൻസീവ് ആയുധങ്ങളും 7ാമത്തെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒഫൻസീവ് ആയുധവുമാണ്. 6 എന്ന് പറയുന്നത് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, എൻ്റെ വിശ്വാസ ജീവിതത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ആയുധവും 7ാമത്തെ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മൾ അവൻ്റെ മടയിൽ പോയി അവനെ അടിക്കുന്നതുമാണ്. ഇനി നമുക്കിതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകാം. അതിന് നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിലേക്കൊന്ന് പോകണം. അപ്പോസ്തല പ്രവൃത്തി 12ാമത്തെ അധ്യായം നമുക്കറിയാവുന്ന സംഭവമാണ്. അപ്പോസ്തല പ്രവൃത്തി 12ാമത്തെ അധ്യായം. അപ്പോസ്തല പ്രവൃത്തി 12ാമത്തെ അധ്യായം എന്ന് പറയുന്നത് പിന്നെ പത്രോസ് ജയിലിലായിരിക്കുന്ന അധ്യായമാണ്. 1ാമത്തെ വാക്യം മുതലൊന്ന് വായിച്ച. 1ാമത്തെ വാക്യം. അതായത് ഹെരോദ രാജാവ് വിശ്വാസികളെ കൊല്ലുന്നൊരു സമയം, ഒരു കാലഘട്ടത്തെ നീക്കിയ പിന്നെ യാക്കോബിനെ ഓൾറെഡി കൊന്നു കളഞ്ഞു. അങ്ങനെ യാക്കോബിനെ കൊന്നു കളഞ്ഞപ്പോൾ യഹൂദന്മാർക്കെല്ലാം ഇവനോട് ഭയങ്കര സ്നേഹമായി. ആരോട്? ഹെരോദ രാജാവിനോട്. അപ്പോൾ ഹെരോദ രാജാവ് മനസ്സിലാക്കി ഇനിയും മറ്റുള്ള അപ്പോസ്തലന്മാരെ ഓരോരുത്തരായിട്ട് കൊല്ലാം. അങ്ങനെ അടുത്ത ആളെ കൊല്ലാൻ വേണ്ടി പിടിച്ചു. ആരാണ് അടുത്ത ആൾ? നമുക്കറിയാം, പത്രോസിനെ കൊല്ലാനായിട്ട് പിടിച്ചു കൊണ്ടുവന്നപ്പോഴാണ് പിന്നെ രാജാവ് മനസ്സിലാക്കുന്നത് പിറ്റേ നാൾ മുതൽ പെസകയാണ്, കൊല്ലാൻ പറ്റില്ല പിറ്റേ ദിവസം. അതുകൊണ്ട് ഈ മനുഷ്യനെ കൊണ്ട് പിന്നെ ചങ്ങലയ്ക്ക് വെറുതെ കൊണ്ടിടുകയല്ല, തടവിലിട്ടു. വെറുതെ കൊണ്ട് തടവിലിടുകയല്ല. 4 ചേവകർ, 4 പട്ടാളക്കാരുള്ള 4 ടീം, 4 പട്ടാളക്കാർ വീതമുള്ള 4 ടീം, 4 പട്ടാളക്കാർ വീതമുള്ള 4 ടീമാണ് ഈ തടവറയ്ക്ക് കാവൽ നിൽക്കുന്നത്. പോരാഞ്ഞിട്ട് 1ാമത്തെ തടവറയിലും അല്ല ഇട്ടത്, ഉള്ളിലാണ് ഇട്ടത്. ഒരു കാരണവശാലും പുറത്തേക്ക് വരാൻ പറ്റില്ല. എന്നിട്ട് എന്ത് ചെയ്തു? ആ ഉള്ളിലെ തടവറയ്ക്കകത്ത് 2 പട്ടാളക്കാരെയും കൂടെ വെച്ചു. ഇത് ഞാൻ പറയുന്നതല്ല, ഇതാര് പറയുന്നതാ? ഇത് ഈ വാക്യത്തിൽ ഈ അധ്യായത്തിലുണ്ട് കേട്ടോ, 12ാമത്തെ അധ്യായത്തിലുണ്ട്. നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് വായിച്ചാൽ മതി. അപ്പോൾ 2 പേരെയും കൂടെ, ഈ പത്രോസ് നടുക്കാണ് കിടക്കുന്നെങ്കിൽ പത്രോസിൻ്റെ വലത്തെ സൈഡും ഇടത്തെ സൈഡ് ആരുണ്ട്? പട്ടാളക്കാരുണ്ട്. പത്രോസിൻ്റെ കൈ ചങ്ങലിലിട്ടിരിക്കുകയാണ്, പിന്നെ കാല് ചങ്ങലക്കിട്ടിരിക്കുകയാണ്. പത്രോസ് കിടക്കുന്ന തടവറയ്ക്കുള്ളിൽ അതിന് 2-3 ഭാഗങ്ങളുണ്ട്. ഏറ്റവും പുറത്ത് പിന്നെ കാവൽക്കാരുണ്ട്. അതിൻ്റെ ഇടയ്ക്കുള്ള പിന്നെ ആ സെല്ലിൻ്റെ ഇടയ്ക്കുള്ള വാതിലിൽ അവിടെയുമുണ്ട് കാവൽക്കാർ. അങ്ങനെ പത്രോസ് ഒരു കാരണവശാലും രക്ഷപ്പെടാൻ പാടില്ല. പത്രോസ് രക്ഷപ്പെടാൻ പാടില്ല എന്ന് മാത്രമല്ല, പെസക കഴിയുമ്പോൾ പത്രോസിനെ കൊണ്ടുപോയി എന്ത് ചെയ്യണം? കൊല്ലണം. അങ്ങനെ വീണ്ടും യഹൂദന്മാരുടെ സിമ്പതി പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഇരിക്കുന്നൊരു സാഹചര്യത്തിൽ നാം വായിക്കുന്നത് സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അങ്ങനെ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. വളരെ ഏണസ്റ്റ്ലി പ്രൈഡ് എന്നാണ് ഇംഗ്ലീഷ് വായിക്കുന്നത്. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. ചുമ്മാതെ ഒന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു പോകുകയല്ല, ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. പ്രിയമുള്ളവരെ, ഒരു കാര്യം നാം മനസ്സിലാക്കണം. നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ട് ഉത്തരം നൽകുവാൻ ദൈവം ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. അതായത് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ ആഗ്രഹിക്കുന്നവനാണ് നമ്മുടെ ദൈവം. നമ്മുടെ മേൽ പിശാച് ജയമെടുക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ആര്? ദൈവം. നമ്മുടെ നോട്ടവും വാക്കും ചിന്തയും പ്രവൃത്തിയും ഒക്കെ ദൈവത്തിന് ഇഷ്ടമുള്ളതായി തീരണമെന്നും ദൈവഹിതപ്രകാരം ആയിരിക്കണമെന്നും ആഗ്രഹിക്കുന്ന ആളാണ് ദൈവം. എന്നാൽ ഇതിനെതിരെ ഇതിങ്ങനെയൊന്നും ആകരുതെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ആര്? പിശാച്. ഇനി നമ്മളൊന്ന് വിചാരിച്ച് നോക്കിയാൽ, നമ്മൾ കഴിഞ്ഞ ഇന്നിപ്പോൾ വെള്ളിയാഴ്ച വരെയായി, കഴിഞ്ഞ വ്യാഴാഴ്ച വരെയുള്ള നമ്മുടെ ജീവിതം, ഒരാഴ്ചത്തെ ജീവിതത്തിൽ എത്ര പ്രാവശ്യം നമ്മൾ ദൈവത്തെ തോൽപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്? അതായത് ദൈവം നാം കാണരുതെന്ന് പറയുന്ന കാര്യം നമ്മൾ കണ്ടു, ദൈവം നാം കേൾക്കരുതെന്ന് പറയുന്ന കാര്യം നമ്മൾ കേട്ടു, ദൈവം നാം ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം നമ്മൾ ചെയ്തു. അപ്പോൾ നമ്മൾ ആർക്കാ ജയം കൊടുക്കുന്നത്? പിശാചിനാ. അപ്പോൾ നമ്മൾ പിശാചിൻ്റെ കോട്ടകളെ ഇടിപ്പാൻ വേണ്ടിയിട്ടാണ് ഈ ആയുധം ഉപയോഗിക്കേണ്ടത്. പൗലോസ് അങ്ങനെയാണ് പറയുന്നത്. പൗലോസ് പറയുന്നത് ഇങ്ങനെ 10:4 പറയുന്നതാണ്, പോരാട്ടങ്ങളുടെ ആയുധം എന്തിനു വേണ്ടിയിട്ടാണ്? ഈ കോട്ടകളെ ഇടിക്കണം. ആരുടെ കോട്ട? പിശാചിൻ്റെ കോട്ടകളെ ഇടിച്ച് താർക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആയുധം നമുക്ക് നൽകുന്നത്. പക്ഷെ നമ്മൾ ആ കോട്ടയ്ക്ക് ഓരോ ദിവസം ബലം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ കോട്ടയെ പണിതുകൊണ്ടിരിക്കുകയാണ്. ഈ കോട്ടയെ കുറച്ചുകൂടെ നമ്മൾ സിമെൻ്റൊക്കെ ഇട്ട് ഉറപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുക. നമ്മുടെ ജീവിതം അങ്ങനെ ആയിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്.
ഈ വിശുദ്ധമായി ദൈവത്തിന് ഇഷ്ടമാകുന്ന രീതിയിൽ ജീവിക്കേണ്ട നമ്മൾ പിശാചിൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഈ പിശാചിൻ്റെ കോട്ടയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ കോട്ടയെ തകർക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുകയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അതായത് പിശാചിൻ്റെ കോട്ടയ്ക്ക് ബലം കൂടുമ്പോൾ നമ്മൾ ആരുടെ കോട്ടയെ തകർക്കാൻ ശ്രമിക്കുക? ഇനി നിങ്ങളൊന്ന് ചിന്തിച്ച്, വ്യാഴാഴ്ച വരെ എത്ര പ്രാവശ്യം പിശാചിൻ്റെ കോട്ടയ്ക്ക് നിങ്ങൾ ബലം കൊടുത്തു? നമ്മൾ ബലം കൊടുത്തു അല്ലേ? എന്നിട്ട് നമ്മൾ ഞായറാഴ്ച വന്നിരുന്ന പാടും ഇത്ര മഹത്വമുള്ള. കഴിഞ്ഞ ആഴ്ച മുഴുവൻ ഏത് കോട്ടയ്ക്കാണ് നമ്മൾ പ്രവർത്തിച്ചത്? ഈ കോട്ടയ്ക്ക് വേണ്ടിയിട്ടാണ്, പിശാചിൻ്റെ കോട്ടയ്ക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ നോട്ടവും വാക്കും പ്രവൃത്തിയും ചിന്തയും ഇഷ്ടങ്ങളും എല്ലാം ഈ കോട്ടയ്ക്ക് സപ്പോർട്ടീവായിരുന്നു. ഈ കോട്ടയ്ക്ക് വേണ്ടി നമ്മളൊന്നും ചെയ്തില്ല. അവിടെയാണ് ദൈവത്തിൻ്റെ മുമ്പാകെ പ്രാർത്ഥനയുടെ സ്ഥാനം. നാം ഓരോ സമയം ദൈവത്തിൻ്റെ മുമ്പാകെ പ്രാർത്ഥിക്കുമ്പോൾ, നാം പ്രാർത്ഥിക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് ഈ പിശാചിൻ്റെ മേൽ നമ്മൾ വിജയപേരി മുഴക്കി നമ്മുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തിച്ച് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകാനായിട്ട് ആഗ്രഹിക്കുക. പക്ഷേ നമ്മുടെ പ്രാർത്ഥനകൾ പലതും ഈ ഇഷ്ടങ്ങളിലും അനിഷ്ടങ്ങളിലും നമുക്ക് തോന്നിയ മാസമൊക്കെ ചെയ്തിട്ട് പ്രാർത്ഥിക്കുന്നതായതുകൊണ്ട് ദൈവത്തിന് സ്വീകരിക്കാൻ പറ്റാതെ വരുന്നു. അത് നമ്മൾ പിന്നാലെ ചിന്തിക്കും. അങ്ങനെ ആയിപ്പോകുന്നു നമ്മുടെ പ്രാർത്ഥന. പക്ഷേ ഇവിടെ സഭ ഒന്നടങ്കം വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കാരണം ഈ ആത്മാർത്ഥത ഉണ്ടാകാൻ വേറൊരു കാരണം കൂടെയുണ്ട്. ഇന്ന് പത്രോസിനെയാണ് പിടിച്ചിട്ടെങ്കിൽ നാളെ ആരെ പിടിക്കാം? ഇവിടെ ഇരിക്കുന്ന ആൾക്കാരെ പിടിക്കാം. ഈ പ്രാർത്ഥിക്കാൻ മുട്ടുകുത്തിയിരിക്കുന്നവരിൽ ഒരാളായിരിക്കാം. പത്രോസിനെ നാളെ കൊന്നു കഴിഞ്ഞാൽ അടുത്ത് കൊണ്ടുപോകാൻ പോകുന്നത് ഇവിടെ ഇരിക്കുന്നവനെ ആയിരിക്കാം. അപ്പോൾ പ്രാർത്ഥിക്കാതെ വേറെ നിർവാഹമില്ല, കണ്ണീര് വീഴ്ത്താതെ വേറെ നിർവാഹമില്ല. മുട്ടിപ്പായി അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഇതേ പ്രാർത്ഥനയായിരുന്നു ദാനിയേലും പ്രാർത്ഥിച്ചത് 10-ാമത്തെ അധ്യായത്തിൽ. ദാനിയേലിൻ്റെ പ്രാർത്ഥന അതിശീഘ്രം ദൈവസന്നിധിയിൽ എത്തിയെന്ന ദൈവം കേട്ടു എന്നാണ് പറയുന്നത്. 10-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ദൈവം ദാനിയേലിൻ്റെ പ്രാർത്ഥന കേട്ടു. പക്ഷേ ഉത്തരം കൊടുത്തത് 21 ദിവസം കഴിഞ്ഞിട്ടാണ്. ദൈവം ഉത്തരം കൊടുക്കാത്തതല്ല, കാരണം ദൈവം ഉത്തരം അയച്ചു. ആ ഉത്തരം അയച്ചു കഴിഞ്ഞ് വന്നപ്പോൾ അവിടെ ഒരു യുദ്ധം, അവിടെ ഒരു പോരാട്ടം നടക്കുകയാണ്. 13-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ആ പോരാട്ടത്തിൻ്റെ ഫലമായി ദൂതൻ പോരാട്ടം ജയിച്ച് പ്രാർത്ഥനയുടെ ഉത്തരവുമായി ദാനിയേലിൻ്റെ അടുക്കിലേക്ക് വരികയാണ് 21 ദിവസത്തിന് ശേഷം. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥനയുടെ ഉത്തരവുമായിട്ട് ദൂതൻ വരുന്നു എന്ന് വിചാരിക്കുക. ഇപ്പോൾ ഒരു ഉദാഹരണം, നമുക്കൊരു സാമ്പത്തിക പ്രയാസം ഉണ്ടെന്ന് വിചാരിക്കുക. സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറാൻ. നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടു, ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരം അയക്കുകയും ചെയ്തു. പക്ഷേ ഇവിടെ ഇതിനിടയ്ക്ക് നമ്മുടെ പ്രാർത്ഥന തടസ്സപ്പെട്ടു. നമ്മുടെ പ്രാർത്ഥന കൊണ്ടുവന്ന ആളുമായിട്ടൊരു പോരാട്ടം നടക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഈ പോരാട്ടം എന്തിനു വേണ്ടിയിട്ടാണ്? ആ സമയത്തിൽ നമ്മൾ അവിശ്വാസിയായിട്ട് മാറണം. അതാണ് പിശാച് വിചാരിക്കുന്നത്. അതായത് എൻ്റെ പ്രാർത്ഥനയൊന്നും ദൈവം കേൾക്കുന്നില്ലടേ, ഞാനിത് പ്രാർത്ഥിച്ചുകൊണ്ടൊന്നും വലിയ കാര്യവും ഒന്നുമില്ല, പിന്നെ എന്തിന് ഞാൻ ഈ ദൈവത്തെ പിൻപറ്റണം എന്ന അവിശ്വാസമൊക്കെ നമ്മുടെ ഉള്ളിൽ വന്നിട്ട് നമ്മൾ വേറെ എന്തെങ്കിലും വഴി തേടി പോകണം എന്നുള്ളതാണ് പിശാച് ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് അവിടെ ഹോൾഡ് ചെയ്ത് വെച്ചത്, അതിനു വേണ്ടിയിട്ട് അവിടെ പിടിച്ചു വെച്ചത്. അതവിടെ നിന്ന് തിരിച്ച് ആ ജയമൊക്കെ നേടി നമ്മുടെ പ്രാർത്ഥന ഇങ്ങോട്ട് വരാനായിട്ട് തുടങ്ങിയപ്പോഴാണ് മനസ്സിലാക്കുന്നത് നമ്മളിവിടെ അതിനുള്ള വേറെ വഴിയൊക്കെ കണ്ടെത്തി നമ്മൾ പോയി നമ്മുടെ ഇഷ്ടപ്രകാരം. മനസ്സിലാകുന്നുണ്ടോ? അതാണ് ദൈവഹിതമല്ലാത്ത പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നതിന് കാരണം. നമ്മൾ എടുത്ത പല തീരുമാനങ്ങളും ദൈവഹിതമല്ല എന്ന് പിന്നീട് നമുക്ക് മനസ്സിലാകുന്നതിന് കാരണം ദൈവം തൻ്റെ ഹിതവുമായിട്ട് എത്തിയപ്പോൾ നമ്മൾ നമ്മുടെ ഇഷ്ടപ്രകാരം പോയി. അപ്പോൾ ഇവിടെ വലിയൊരു പ്രാർത്ഥന നടക്കുകയാണ്. ആ പ്രാർത്ഥനയുടെ ഉത്തരമായിട്ട് രാത്രിയിൽ പത്രോസിന് ദൈവം വിടുതൽ കൊടുക്കുക. ഈ പിശാചിൻ്റെ കോട്ടയം വിചാരിച്ചത് പത്രോസിനെ തകർത്ത് കളയാം, പത്രോസിനെ തീർത്ത് കളയാം, പത്രോസിനെ കൊന്നു കളയാം. പക്ഷെ അവിടെ പ്രാർത്ഥനയാകുന്ന ആയുധം ദൈവമക്കൾ ഉപയോഗിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന് മൗനമായിരിക്കാൻ കഴിഞ്ഞില്ല. അന്ന് രാത്രി തന്നെ ദൈവം അവന് വിടുതൽ കൊടുക്കുകയാണ്. പത്രോസ് സ്വപ്നം കാണുന്നെന്നാണ് വിചാരിക്കുന്നത്. പത്രോസിനോട് പറയുക, പത്രോസ് എഴുന്നേൽക്ക്. പത്രോസിൻ്റെ കയ്യിലെ ചങ്ങലയിൽ അഴിഞ്ഞു വീഴുന്നു. എഴുന്നേറ്റ് പറഞ്ഞു, അരകെട്ടിയിട്ട് വസ്ത്രം പുതപ്പെടുത്ത് മൂടുന്നു. പത്രോസ് നടന്ന് പുറത്തേക്ക് വരുമ്പോൾ തൻ്റെ തടവറകൾ ഓരോന്നായി തുറന്നു കൊടുക്കുന്നു. പത്രോസ് പുറത്തു വരുന്നു. പുറത്തു വന്നിട്ട് തിരികെ നോക്കുകയാണ്, ഞാൻ പുറത്താണോ അകത്താണോ. എന്നിട്ട് പത്രോസ് എന്നോട് പറയുന്നു, പത്രോസ് വിചാരിച്ചു ഇത് സ്വപ്നമാണെന്ന്. എന്നിട്ട് പത്രോസ് അവിടെ പട്ടണത്തിന് പുറത്തു കൊണ്ടാക്കി, അതായത് ഈ തടവലിന് പുറത്തു കൊണ്ടാക്കിയിട്ട് ദൂതൻ തന്നെ വിട്ടുപോയി എന്നാണ് നമ്മളവിടെ വായിക്കുന്നത്. അതുവരെ ദൂതൻ പത്രോസിനോട് കൂടെ ഉണ്ടായിരുന്നു. പത്രോസ് വിചാരിച്ച സ്വപ്നമാണെന്ന്. പ്രിയമുള്ളവരെ, പ്രാർത്ഥനയാകുന്ന ആയുധം നമ്മൾ ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കുമ്പോൾ സ്വർഗം തുറക്കുക തന്നെ ചെയ്യും. സ്വർഗം നമ്മുടെ പ്രാർത്ഥനമേൽ ഇടപെടുക തന്നെ ചെയ്യും. അതിന് യാതൊരു സംശയമില്ല.
മനസ്സിലാവുന്നുണ്ടോ? ഇതൊരായുധമാണ്. ഈ ആയുധം ഉപയോഗിച്ചു കഴിഞ്ഞാൽ, ഈ ആയുധം ഉപയോഗിക്കുന്ന ഇടത്ത്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുക, ആർക്ക് വേണ്ടിയിട്ടാണ് ഇവർ പ്രാർത്ഥിച്ചത്? പത്രോസിൻ്റെ വിടുതലിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിച്ചത്. ദൈവം അവനെ, ആ രാജാവിനെയും ആ രാജഭരണത്തെയും ദൈവം തോൽപ്പിച്ചു കളഞ്ഞു. ലിറ്ററലി തോൽപ്പിച്ചു കളഞ്ഞു, ഫിസിക്കലി തോൽപ്പിച്ചു കളഞ്ഞു. നമുക്ക് കാണാം 24-ാമത്തെ വാക്യം. അതിൻ്റെ 24-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. 12-ാം അധ്യായം. ദൈവവചനം മേൽക്കുമേൽ പരന്നു. അതിൻ്റെ തൊട്ട് മുകളിലത്തെ വാക്യം അയ്യോ ആരാ? പത്രോസിനെ കൊല്ലാൻ വേണ്ടിയിരുന്ന ഹെരോദ രാജാവ്. മനസ്സിലാകുന്നുണ്ടോ? ഇത് ആയുധമല്ലെന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഏതാ ഈ ആയുധം? ഇത് പ്രാർത്ഥനയാകുന്ന ആയുധമാണ്. വിശ്വാസികൾ വാളെടുത്ത് ഹെരോദ രാജാവിന് നേരെ അണിനിരുന്നില്ല. വിശ്വാസികൾ ഹെരോദ രാജാവിൻ്റെ കോട്ടയെ വളഞ്ഞില്ല. വിശ്വാസികൾ ഹെരോദ രാജാവിൻ്റെ കൊട്ടാരത്തിന് നേരെ കല്ലെടുത്തെറിഞ്ഞില്ല. വിശ്വാസികൾ ഹെരോദ രാജാവിൻ്റെ പടജനത്തെ എവിടെയെങ്കിലും പിടിച്ചിരുത്തിയിട്ട് ഞങ്ങളുടെ പത്രോസിനെ വിട്ടുക എന്ന് പറഞ്ഞില്ല. വിശ്വാസികൾ യാതൊന്നിനും ഇറങ്ങി പുറപ്പെട്ടില്ല. പക്ഷെ വിശ്വാസികൾ ഒരു കാര്യം ചെയ്തു. ആ വീട് അടച്ചിട്ടിട്ട് അതിനകത്തിരുന്ന് സർവജ്ഞാനിയായ, സർവശക്തനായ, പ്രപഞ്ചത്തിൻ്റെ നാഥനായ, ഇടവിടാതെ പ്രാർത്ഥിക്കുവാൻ ആഹ്വാനം ചെയ്ത, നിങ്ങൾ പ്രാർത്ഥിപ്പിൻ ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരുമെന്ന് പറഞ്ഞ, നിങ്ങൾ അന്വേഷിച്ചാൽ കണ്ടെത്തുമെന്ന് പറഞ്ഞ, യാചിപ്പിൻ കിട്ടുമെന്ന് പറഞ്ഞ ആ ദൈവത്തിൻ്റെ മുമ്പാകെ ഈ വിശ്വാസികൾ ഒരു മനസ്സോടുകൂടെ അവർ ദൈവത്തിൻ്റെ മുമ്പാകെ പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥനയുടെ ഉത്തരമെന്ന വണ്ണം ആ രാജാവിൻ്റെ മുമ്പാകെ നിന്ന്, ആ തടവറയിൽ നിന്ന് പത്രോസിനെ വിടുതൽ കൊടുത്തു എന്ന് മാത്രമല്ല, ആ രാജാവിനെ ക്രിമിക്കിരയാക്കി കളഞ്ഞു. ഈ ആയുധത്തെ എങ്ങനെ നമുക്ക് വിട്ടുകളയാനായിട്ട് സാധിക്കും? പ്രാർത്ഥനയാകുന്ന ആയുധം. പട്ടാളക്കാരെ മുഴുവൻ കൊന്നുകളഞ്ഞു. കാവൽ നിന്ന പട്ടാളക്കാരെ നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് ആ ഭാഗം ഒന്ന് വായിച്ചു നോക്കണം. 12-ാമത്തെ അധ്യായം. അവിടെ രാജാവ് ഒരു വിളംബരം പ്രഖ്യാപിക്കുന്നുണ്ട്. നമ്മുടെ പത്രോസ് തടവറയിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് മനസ്സിലാക്കിയപ്പോൾ രാജാവ് പറയുകയാണ്, കാവൽ നിന്ന ചേവകരെ, പട്ടാളക്കാരെ എല്ലാം കൊന്നുകളയാൻ പറയുക. അവരെല്ലാവരെയും കൊന്നുകളഞ്ഞു. അയ്യോ, പിശാചിൻ്റെ ദാസന്മാരെ എല്ലാം കൊന്നുകളഞ്ഞു. എന്നിട്ട് പിശാചിൻ്റെ ഇംഗിതത്തിന് കൂട്ടുനിന്ന രാജാവിനെ ക്രിമിക്കിരയ്ക്ക് ഇരയാക്കി. വിശ്വാസികൾ വാളെടുക്കാതെ ആത്മീകമാകുന്ന പ്രാർത്ഥനയാകുന്ന ആയുധം ഉപയോഗിച്ചപ്പോൾ രാജാവിനെ കൊന്നുകളഞ്ഞ് വിശ്വാസികൾക്ക് സമാധാനത്തോടെ ജീവിക്കുവാനുള്ള വഴിയൊരുക്കി കൊടുത്തവനാണ് നമ്മുടെ ദൈവം. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ആയുധം എടുക്കാം. ഈ ആയുധം എന്ന് പറയുന്നത് പ്രാർത്ഥനയാകുന്ന ആയുധമെടുത്ത് നമുക്ക് മുൻപോട്ട് പോകുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് ഒരു കാര്യം കൂടെ ചിന്തിക്കാനുള്ള സമയമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോസ്തലപ്രവൃത്തി 19-ാമത്തെ അധ്യായം 8 മുതലുള്ള വാക്യങ്ങളൊന്ന് പെട്ടെന്ന് വായിക്കാം. 8 മുതലുള്ള വാക്യങ്ങൾ. പിന്നെ അവൻ പള്ളിയിൽ ചെന്ന് ദൈവരാജ്യത്തെക്കുറിച്ച് സമ്മതിപ്പിച്ചുകൊണ്ട് 3 മാസത്തോളം പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു. എന്നാൽ ചിലർ കഠിനപ്പെട്ടു, അനുസരിക്കാതെ പുരുഷാരത്തിന്റെ മുമ്പാകെ ഈ മാർഗത്തെ ദുഷിച്ചപ്പോൾ അവൻ അവരെ വിട്ട് ശിഷ്യന്മാരെ വേർതിരിച്ചു. മതി. അവിടെ പൗലോസ് പ്രസംഗിച്ചു എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഒന്ന്, പ്രാർത്ഥനയാകുന്ന ആയുധം. ഈ ആയുധം ജഡീകമല്ല, ഈ ആയുധം ആത്മീകമാണ്. പ്രാർത്ഥനയാകുന്ന ആയുധം. 2, പ്രസംഗമാകുന്ന ആയുധം. ആ പ്രസംഗം എന്ന് പറഞ്ഞാൽ പ്രസംഗിക്കണം എന്നുള്ളതല്ല, നമുക്ക് യേശു കർത്താവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയാൻ പറ്റുന്ന ആയുധം. അതായത് നമ്മൾ യേശു കർത്താവിനെ കുറിച്ച് പറയണം. പത്രോസ് എഫെസോസ് എന്ന് പറയുന്ന പട്ടണത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. 19-ാമത്തെ അധ്യായം. പത്രോസ് അല്ല, പൗലോസ്. 19-ാമത്തെ അധ്യായത്തിൽ പൗലോസ് എഫെസോസ് പട്ടണത്തിൽ താമസിക്കുകയാണ്. എത്ര വർഷം താമസിച്ചെന്നറിയാമോ? 2 വർഷം താമസിച്ചു. 2 വർഷം താമസിച്ച് സ്ഥിരമായി പൗലോസ് പ്രസംഗിക്കുകയാണ്. പൗലോസ് പ്രസംഗിച്ചപ്പോൾ ആൾക്കാർ യേശു കർത്താവിനെ അറിയാനിടയാടുത്തുന്നു. എഫെസോസ് എന്ന് പറയുന്ന പട്ടണം എന്ന് പറയുന്നത് ദേവീദേവന്മാരുടെ ഒരു ഈറ്റില്ലമാണ്, ഒരു തറവാടാണ്. തീയിന്നടുത്തൊക്കെ ദേവീദേവന്മാർ മാത്രമേ ഉള്ളൂ. അർത്തമീസ് ദേവി തുടങ്ങി ഇങ്ങോട്ട് അനേക ദേവീദേവന്മാർ. ദാസിമാർ അവിടെ എല്ലാ ദിവസവും വേശ്യാവൃത്തി ചെയ്ത് ഈ ദേവീദേവന്മാരെ പ്രസാദിപ്പിക്കുന്ന ക്ഷേത്രമുള്ള ഒരു സ്ഥലമാണ് ഈ എഫെസോസ് എന്ന് പറയുന്ന പട്ടണം. അവിടെയാണ് പത്രോസ് പ്രസംഗിക്കുന്നത്. ഞാൻ ഇങ്ങനെ പറയാം, പിശാചിൻ്റെ കോട്ടയ്ക്കകത്ത് ചെന്ന് പിശാച് അവിടെ വാഴുന്നു എന്ന് മനസ്സിലാക്കി, അവൻ്റെ സർവ്വ സേനകളും അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കി, ആ കോട്ടയ്ക്കകത്ത് ചെന്ന് പത്രോസ് 2 വർഷം താമസിച്ച് പ്രസംഗിക്കുകയാണ്. ആരെക്കുറിച്ച് പ്രസംഗിക്കുകയാണ്? യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുകയാണ്. ദൈവവചനം പറയുകയാണ്. പ്രിയമുള്ളവരെ, ദൈവവചനം പറയുക എന്നുള്ളത് ഏതൊരു വിശ്വാസിയുടെയും വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു കടമയാണ്. സുവിശേഷകന്മാർക്ക് അത് പ്രത്യേകമായിട്ടുണ്ട്. പൗലോസ് തീമത്യോസിനെ ലേഖനം എഴുതുമ്പോൾ തീമത്യോസിനോട് കൽപ്പനയായിട്ട് കൊടുക്കുകയാണ് 4-ാമത്തെ അധ്യായത്തിൽ. എന്താ? വചനം പ്രസംഗിക്കണം,
ശാസിക്കണം, തർജ്ജനം ചെയ്യണം, വിശ്വാസികളെ പ്രബോധിപ്പിക്കണം. അത് തീമോഥെയോസിനോട് പറഞ്ഞു കൊടുക്കുകയാണ് 4-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. അതായത് ഒരു സഭയിലെ സഭ നടത്തുന്ന ആളോട്, സഭയിലെ നായകനോട്, സഭയുടെ മൂപ്പന്മാരോട്, സഭയിലെ സുവിശേഷകനോട് പൗലോസ് പറഞ്ഞു കൊടുക്കുകയാണ് സഭയിലെ വിശ്വാസികളെ തർജ്ജനം ചെയ്യണമെന്ന്. എന്തിനാ തർജ്ജനം ചെയ്യണം? ദൈവവചനത്താൽ പ്രബോധിപ്പിക്കണം. എന്തിനാൽ പ്രബോധിപ്പിക്കണം? ദൈവവചനത്താൽ. അതായത് ശരിയായ പാതയിലേക്ക് കൊണ്ടുവരണം. നിങ്ങൾ ആ ഭാഗം വായിച്ചാൽ മനസ്സിലാകും. ഈ വാക്കുകൾ തന്നെ പൗലോസ് പറയുന്നുണ്ട്. വചനത്താൽ ശാസിച്ച് തർജ്ജനം ചെയ്ത് പ്രബോധിപ്പിക്കുക എന്ന. ശാസിക്കണം, അതായത് സഭയിലെ സുവിശേഷകന്മാരുടെ മൂപ്പന്മാരുടെ ഉത്തരവാദിത്തമാണ് വിശ്വാസികളെ ശാസിക്കുക എന്ന് പറയുന്നത്. ഇന്ന് നമ്മളെ ശാസിച്ചാൽ ഞാൻ അടുത്ത ആഴ്ച മുതലൂടെ വരില്ല ഏട്ടാ, ഞാൻ മറ്റേ സഭയിൽ പോകും. ഇന്ന് ശാസനം പറ്റുമോ? ഇന്ന് തർജ്ജനം പറ്റുമോ? ഇന്ന് പ്രബോധിപ്പിക്കടാ, നീ ഒന്ന് എണീറ്റ് നിന്ന് 2 വാക്ക് പറ എന്ന് പറയാൻ പറ്റുമോ? ആങ്കൾ എപ്പോൾ പോയാലും എന്നെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കുക. അതുകൊണ്ട് ഞാൻ ഇനി അങ്ങോട്ട് പോകുന്നില്ല. ആരുടെ കോട്ട നമ്മൾ പണിയുകയാണ്? മനസ്സിലാവുന്നുണ്ടോ? അതായത് നമ്മളിവിടെ പിശാചിൻ്റെ കോട്ടയ്ക്കെതിരെ പോരാടാൻ വേണ്ടി നിൽക്കുന്നവരാണ്. ഇവിടെയുള്ള ആൾക്കാരോട് പറഞ്ഞിരിക്കുക പ്രബോധിപ്പിക്കണമെന്നും തർജ്ജനം ചെയ്യണമെന്നും ശാസിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അത് ചെയ്യുമ്പോൾ എനിക്കതൊന്നും പറ്റത്തില്ല, എനിക്കിനി അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ തീരുമാനിക്കുന്നെങ്കിൽ ഞാൻ ആരുടെ ഇഷ്ടപ്രകാരം പോവുകയാണ്? ഇവൻ്റെ കോട്ട ഞാൻ പണിയുകയാണ്. ഇവൻ്റെ കോട്ട ഞാൻ പറയുക. ഈ പോരാട്ടമുണ്ട് കേട്ടോ എപ്പോഴും. അതാണ് യേശു കർത്താവ് പറഞ്ഞത്, പാതാളവാതിലുകൾ ഇതിനെ ജയിക്കുകയില്ല. ഇവിടെ ഒരു പോരാട്ടമുണ്ട്. ഈ സഭയിലൊരു പോരാട്ടമുണ്ട്, സഭാ ജീവിതത്തിലൊരു പോരാട്ടമുണ്ട്, വിശ്വാസ ജീവിതത്തിലൊരു പോരാട്ടമുണ്ട്. അത് പ്രബോധിപ്പിക്കുവാൻ, അത് ശാസിക്കുവാൻ, അത് തർജ്ജനം ചെയ്യുവാൻ പൗലോസ് അധികാരമായിട്ട്, കൽപ്പനയായിട്ട് തന്നെ കൊടുക്കുകയാണ് തീമോഥെയോസിനോട്. അങ്ങനെ പൗലോസ് ദൈവവചനം പ്രസംഗിക്കുക എഫെസോസിൽ. ദൈവവചനം എഫെസോസിൽ പ്രസംഗിച്ചപ്പോൾ എഫെസോസിന് എന്തോ സംഭവിച്ചെന്നറിയാമോ? എഫെസോസിലെ ആൾക്കാരിൽ ഇത് പരിവർത്തനം ചെയ്യുവാനിടയായി തീർന്നു. ഈ എഫെസോസ് എന്ന് പറയുന്ന സാത്താൻ്റെ കോട്ടയ്ക്കകത്ത് ജീവനും ചൈതന്യവും ഇരുവായ്ത്തലയുമായ വാള് പ്രവർത്തിക്കുവാനായിട്ട് തുടങ്ങി. അത് ജീവനുള്ളതായി ഇടപെടാനായിട്ട് തുടങ്ങി. ജീവിതങ്ങൾ രൂപാന്തരപ്പെടാനായിട്ട് തുടങ്ങി. 13-ാമത്തെ വാക്യം മുതൽ നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. 19-ാം അധ്യായം 13-ാമത്തെ വാക്യം. അതുകൂടെ വായിച്ച് നമുക്ക് ഇന്നത്തെ രാത്രിയിലെ ക്ലാസ് നിർത്താം. 13-ലുള്ള വാക്യങ്ങളൊന്ന് പെട്ടെന്ന് വായിച്ചാട്ടെ. എന്നാൽ ദേശാന്തരികളായി നടക്കുന്ന മന്ത്രവാദികളായ ചില യഹൂദന്മാർ പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് ആണയിടുന്നു എന്ന് പറഞ്ഞു യേശുവിന്റെ നാമം ചൊല്ലുവാൻ തുനിഞ്ഞു. ഇങ്ങനെ ചെയ്ത മഹാപുരോഹിതനായ സ്കേവ എന്ന ഒരു യഹൂദന്റെ 7 പുത്രന്മാരായിരുന്നു. ദുരാത്മാവ് അവരോട് യേശുവിനെ ഞാൻ അറിയുന്നു, പൗലോസിനെയും പരിചയമുണ്ട്, എന്നാൽ നിങ്ങൾ ആരെന്ന് ചോദിച്ചു. പിന്നെ ദുരാത്മാവുള്ള മനുഷ്യൻ അവരുടെ മേൽ ചാടി അവരെ കീഴടക്കി ജയിക്കയാൽ അവർ നഗ്നരും മുറിവേറ്റവരുമായി ആ വീട്ടിൽ നിന്ന് ഓടിപ്പോയി. ഇത് എഫെസോസിൽ പാർക്കുന്ന സകല യഹൂദന്മാരും യവനന്മാരും അറിഞ്ഞ് അവർക്ക് ഒക്കെയും ഭയം തട്ടി. അടുത്ത വാക്യം ശ്രദ്ധിക്കണേ. അയ്യോ, കർത്താവായ യേശുവിന്റെ നാമം മഹിമപ്പെട്ടു. എവിടെ? ഈ പിശാചിന്റെ കോട്ടയിൽ, ഈ സാത്താന്റെ കോട്ടയിൽ, ഈ ദുർമന്ത്രവാദികളുടെ കോട്ടയിൽ, ഈ വിഗ്രഹങ്ങളുടെ കോട്ടയ്ക്കകത്ത് കർത്താവിന്റെ നാമം മഹിമപ്പെടുവാനിടയായിട്ട് തീർന്നു. കർത്താവിന്റെ നാമം ശോഭിക്കുവാനിടയായിട്ട് തീർന്നു. ഈ പ്രസംഗമെന്ന ആയുധം പൗലോസ് അപ്പോസ്തലൻ ഏകദേശം 2 വർഷക്കാലം എഫെസോസ് എന്ന് പറയുന്ന മന്ത്രവാദങ്ങളുടെ, കുതന്ത്രങ്ങളുടെ ആ തട്ടകത്തിൽ പൗലോസ് അപ്പോസ്തലൻ പ്രസംഗിച്ചപ്പോൾ കർത്താവിന്റെ നാമം മഹിമപ്പെട്ടു. പ്രിയമുള്ളവരെ, പിശാചിന്റെ കോട്ട തകർന്നു. പ്രിയമുള്ളവരെ, അങ്ങനെയെങ്കിൽ ഇതിനെ ആയുധമെന്നല്ലാതെ പിന്നെ എന്ത് നമുക്ക് പറയാൻ പറ്റും? ഇതൊരായുധമാണ്. ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുന്നത് അതൊരായുധമാണ്. അടുത്ത വാക്യം കൂടെ ഒന്ന് വായിച്ചട്ടെ പെട്ടെന്ന് താഴോട്ട്. അടുത്ത് എന്താ സംഭവിച്ചത് അവിടെ? അയ്യോ, വിശ്വസിച്ചവർ 1-2 പേരല്ലെന്നേ, അവിടെ അനേകർ വന്നിട്ട് ഏറ്റുപറയുകയാണ്, ഞങ്ങൾ യേശു കർത്താവിൽ വിശ്വസിച്ചു, ഞങ്ങൾക്ക് വിടുതൽ ലഭിച്ചു, ഞങ്ങൾ പാപത്തിൽ നിന്ന് മോചനം ലഭിച്ചു. അവരുടെ സാക്ഷ്യം തന്നെ അവതരിപ്പിക്കുകയാണ്. എന്നിട്ട് ക്ഷുദ്രപ്രയോഗം ചെയ്തിരുന്ന പലരും തങ്ങളുടെ പുസ്തകങ്ങളെ കൊണ്ടുവന്ന് എല്ലാവരും കാണുക ചുട്ടുകളഞ്ഞു. അവയുടെ വില കണക്കുകൂട്ടിയാതെ 50,000 വെള്ളിക്കാശെന്ന് കണ്ടു. ഇങ്ങനെ കർത്താവിന്റെ വചനം ശക്തിയോടെ പരന്നു പ്രബലപ്പെട്ടു. അയ്യോ, കർത്താവിന്റെ വചനം ശക്തിയോടെ പരന്നു പ്രബലപ്പെട്ടു. എവിടെ? ഈ ദുഷ്ടാത്മസേനയുടെ കോട്ടയിൽ, ഈ കുതന്ത്രത്തിൻ്റെ കോട്ടയിൽ, ഈ മന്ത്രവാദത്തിൻ്റെ കോട്ടയിൽ ദൈവവചനം പ്രബലതയോടുകൂടെ പരന്ന് പ്രബലപ്പെടുവാനിടയായിട്ട് തീർന്നു. ദൈവവചനം ശക്തിയായി അവിടെ വിളങ്ങുവാനിടയായിട്ട് തീർന്നു. ഞാനിങ്ങനെ ഓർക്കാറുണ്ട്, ഈ വെളിയങ്കോട് പോലെയുള്ള സ്ഥലത്ത്, കുട്ടമല പോലുള്ള സ്ഥലത്ത് മന്ത്രവാദങ്ങളും ദുരാചാരങ്ങളും ഒരു സ്ഥലത്ത് വാണിരുന്ന ഒരു സ്ഥലത്ത് ദൈവവചനം എന്ന് പറയുന്ന യാഥാർത്ഥ്യം കടന്നു ചെന്നത് കൊണ്ടാണ്, ദൈവവചനം പ്രസംഗിച്ചത് കൊണ്ടാണ് പ്രിയമുള്ളവരെ, അവിടെയുള്ള മന്ത്രവാദം, മന്ത്രതന്ത്ര കുന്ത്രങ്ങളെല്ലാം മാറി
മാറി അവിടെ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുവാനിടയായിട്ട് തീർന്നത്, ദൈവത്തിൻ്റെ നാമം പ്രബലപ്പെടുവാനിടയായിട്ട് തീർന്നത്, കർത്താവിൻ്റെ നാമം മഹിമപ്പെടുവാൻ ഇടയായിട്ട് തീർന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഇതായുധമാണ്, ഇതായുധമാണ്, ഇതായുധമാണ്. ഇത് ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന ആയുധമാണ്, ഇത് ജീവിതങ്ങളെ സ്വാധീനിക്കുന്ന ആയുധമാണ്, ഇത് ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ആയുധമാണ്. മന്ത്രത്തോടും മയക്കുമരുന്നുകളോടും അന്ന് ഉപയോഗിച്ചിരുന്ന എല്ലാവിധമായ തന്ത്രങ്ങളോടും വിട പറയുവാൻ അവരെ സഹായിച്ചത് ഈ ദൈവവചനമാകുന്ന ആയുധമാണ്. ഇത് പ്രസംഗിക്കപ്പെടണം, ഇത് പ്രസംഗിക്കപ്പെടണം, ഇത് പ്രസംഗിക്കപ്പെടണം. അപ്പോൾ പ്രാർത്ഥനയാകുന്ന ആയുധം 1, 2 ദൈവവചനം, പ്രസംഗമാകുന്ന ആയുധം. ഈ ലോകത്തിൻ്റെ അധിപതി അവിശ്വാസികളുടെ കണ്ണ് കുരുടാക്കി ഈ പ്രസംഗത്തിൽ നിന്ന് അവരെ വലിച്ചഴയ്ക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, മുക്കിലും മൂലയിലും നമുക്ക് പ്രസംഗിക്കാം, മുക്കിലും മൂലയിലും നമുക്ക് പ്രസംഗിക്കാം. ചിലർ പറയും ഇത് മതം മാറ്റമാണ്, പ്രശ്നമല്ല, ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല, അന്ന് അവിടെ തുടങ്ങിയതാണ്, അവിടെ മുതൽ തുടങ്ങിയതാണ്. ഇത് പിശാച് അടങ്ങിയിരിക്കില്ല. പിശാചിൻ്റെ ഇടയിൽ പോയി പിശാചിനെതിരെ പ്രസംഗിക്കുമ്പോൾ, പിശാചിൻ്റെ ഈറ്റില്ലത്തിന് അതിൻ്റെ തറവാട്ടിൽ ചെന്ന് നമ്മൾ പ്രസംഗിക്കുമ്പോൾ പിശാചിന് അടങ്ങിയിരിക്കാൻ പറ്റില്ല, അവൻ പോരാടും. അവനെതിരെ പോരാടുവാൻ നമുക്കുള്ളത് ശാരീരികമായ ഫിസിക്കലി അതിരെ ആയുധമല്ല. നമുക്കുള്ള ആയുധം 1 പ്രാർത്ഥന, മറ്റൊന്ന് പ്രസംഗം, ദൈവവചനമാകുന്ന ആയുധം. ആ ആയുധം എടുത്തുകൊണ്ട് നമുക്ക് പോരാടാം. എപ്പോഴാണ് ഒരാളുടെ ജീവിതത്തിൽ ഇത് ഇടപെടാൻ പോകുന്നത് നമുക്ക് അറിഞ്ഞുകൂടാം. ക്രൂശിലെ കള്ളൻ, ഇങ്ങനെ ഞാൻ പറയാം, ഒരു പക്ഷേ 45 വയസ്സ് വരെ ജീവിച്ചെന്ന് വിചാരിക്കുക. 45 വയസ്സ് വരെ അവന് തോന്നിയതെല്ലാം ചെയ്തു, അല്ലേ? അവന് ഇഷ്ടമുള്ളതൊക്കെ ചെയ്തു. അവന് കള്ളു കുടിക്കാൻ പറ്റിയെങ്കിൽ കള്ളു കുടിച്ചിട്ടുണ്ടാകാം, മോഷ്ടിക്കാൻ പറ്റിയെങ്കിൽ മോഷ്ടിച്ചിട്ടുണ്ടാകാം, കൊലപാതകം ചെയ്യാൻ പറ്റിയെങ്കിൽ അത് ചെയ്തിട്ടുണ്ട്, ഈ ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്തു. പക്ഷേ അവൻ്റെ അവസാന സമയത്ത് അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പോരാട്ടമായിരുന്ന പിശാചിനോട് നോ പറഞ്ഞ് അവന് സ്വർഗം നേടുവാൻ ഇടയായിട്ട് തീർന്നു. അതുകൊണ്ട് ഇത് എപ്പോഴാണ്, എവിടെയാണ്, ആരിലാണ് പ്രവർത്തിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്കെപ്പോഴും ഇത് ചെയ്യാം. കർത്താവ് യേശു ക്രിസ്തുവിന് അധികാരം ലഭിച്ചു. ആ അധികാരം കർത്താവ് നമുക്ക് നൽകിയിരിക്കുക. നിങ്ങൾ അത് ചെയ്യണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് ചെയ്യാം. ഈ 2 കാര്യങ്ങളാണ് ഇന്ന് രാത്രി നമ്മൾ ചിന്തിച്ച് നിർത്തുന്നത്. പ്രധാനമായിട്ടും പോരാട്ടങ്ങളുടെ ആയുധം എന്ന് പറയുന്നത് 1 പ്രാർത്ഥനയാകുന്ന ആയുധം, മറ്റൊന്ന് പ്രസംഗമാകുന്ന ആയുധം. നമ്മളിന്ന് രാത്രി ചിന്തിച്ച കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. സ്വർഗ്ഗലോകത്തിലിരുന്നു കൊണ്ടാണ് ഇവൻ പട നയിക്കുന്നത്. ആ സ്വർഗ്ഗലോകം എന്ന് പറയുന്നത് 2ാമത്തെ സ്വർഗം. അവിടെ ഇരുന്നു കൊണ്ട് അവൻ ഈ പട പൊരുതുകയാണ്, നയിക്കുകയാണ്. ഈ ലോകത്തിൽ അവൻ്റെ അധിപതികളുണ്ട്. അവരെ കോസ്മോക്രാറ്റേഴ്സ് എന്നാണ് വിളിക്കുന്നത്. അവർ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവർ വെറുതെ എങ്ങനെ പടക്കിറങ്ങി പുറപ്പെട്ടതല്ല, വെറുതെ യുദ്ധത്തിന് വന്നതല്ല. അവർ വെൽ ട്രെയിൻഡാണ്. അവർക്ക് നമ്മളെ എങ്ങനെ തോൽപ്പിക്കാൻ പറ്റുമെന്നറിയാം. അതേ രീതിയിൽ തന്നെ നമ്മൾ അവരോട് ഇടപെടണം എന്നുള്ളതാണ് ദൈവവചനം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ അധികാരി, ഈ ഭരണാധികാരി, അവിടെ ഇരുന്നു കൊണ്ട് അധികാരം കൊടുത്തവരുടെ കയ്യിൽ, ആ അധികാരം കൊടുത്തയാൾ ട്രെയിൻ ചെയ്ത് വിടുന്ന ഈ ദുഷ്ടാത്മസേനകൾ നമ്മെ തകർക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മൾ അതിലും വലിയ ജയാളിയായ ഒരുവൻ്റെ പിന്നാലെയാണ് നമ്മൾ നിൽക്കുന്നത്. അവൻ ജയോത്സവമായി കാഹളം മുഴക്കി യേശു കർത്താവ് ജയോത്സവം വിളമ്പിയതിന് കാരണം നമ്മൾ ജയോത്സവത്തോടുകൂടെ ഈ ഭൂമിയിൽ തൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന പരത്തണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ്. അത് എപ്പോഴൊക്കെ പരത്തേണ്ടത്? എപ്പോഴും പരത്തണം, എല്ലായിടത്തും പരത്തണം. അതെപ്പോഴും എല്ലായിടത്തും പരത്തണം. അങ്ങനെ യേശു കർത്താവിൻ്റെ ക്രൂശ് മരണത്തിൽ, അല്ലെങ്കിൽ യേശു കർത്താവിൻ്റെ വിജയത്തിൽ പങ്കാളികളായി കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ പോർക്കളം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതമാണ്, മനസ്സാണ്. ആ മനസ്സിനെതിരെ തകർക്കാൻ പിശാച് വിടുന്ന ആയുധങ്ങളെ, പിശാച് വിടുന്ന തന്ത്രങ്ങളെ, ആയുധം പിശാചിനില്ല, ആയുധവർഗം വെപ്പിച്ചു കർത്താവ്. ആ തന്ത്രങ്ങളെ നമ്മൾ മുന്നമേ മനസ്സിലാക്കി ആ തന്ത്രങ്ങൾക്കെതിരെ ആക്രമണം നടത്തുവാൻ, അവൻ്റെ മടയിൽ ചെന്ന് അവനെ തോൽപ്പിക്കുവാൻ നമുക്ക് ഊർജ്ജസ്വലതയോടുകൂടെ എഴുന്നേൽക്കാം. തോറ്റു തുന്നമ്പാടി നിരാശയോടുകൂടി ഇരിക്കേണ്ടവരല്ല നമ്മൾ ജയോത്സവമായി ജീവിക്കേണ്ടവരാണ്. പിശാച് നമ്മളെ തകർക്കും, അയ്യോ അതുകൊണ്ട് അങ്ങനെ ജീവിക്കണം എന്ന് ചിന്തിക്കേണ്ടവരല്ല. പിശാചിനെ തോൽപ്പിക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ് നമ്മൾ. അങ്ങനെ പിശാചിൻ്റെ മേൽ ജയോത്സവം വരിച്ച് കർത്താവിന് വേണ്ടി, കർത്താവിന് നാം മഹത്വത്തിനു വേണ്ടി ഈ ആത്മീയ ആയുധങ്ങളെ ധരിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ, കർത്താവ് നമുക്ക് ആയുസ്സും ആരോഗ്യം നൽകുന്നുവെങ്കിൽ, നാളെ ഇതിൻ്റെ തുടർമാനമായ കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. ദൈവത്തിൻ്റെ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.